Good morning. Good morning, Miss. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ an overview of health and hospital administration എവിടെ വരെയാണ് എടുത്ത് നിർത്തിയത്? പ്രിൻസിപ്പിൾസ് കംപ്ലീറ്റ് ആയില്ലേ? Principles. കംപ്ലീറ്റ് ആയിരുന്നു. ഒബ്ജക്റ്റീവ്സ് അല്ലേ ഇനി സ്റ്റാർട്ട് ചെയ്യണ്ടേ? അതെ. Okay. നമുക്ക് ഒബ്ജക്റ്റീവിലേക്ക് കടക്കാം. ഒബ്ജക്റ്റീവ്സും ഇതുപോലെ ഒത്തിരി പോയിന്റ് വൈസ് ആയിട്ടാണ്. അപ്പൊ ഇൻക്ലൂഡഡ് ആയത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിലൊന്ന് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. അപ്പൊ അതിന്റെ മീനിങ്സ് ഇച്ചിരി വലിയ ലെങ്തി സെന്റൻസുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിനെ ബ്രീഫ് ആയിട്ട് അതിന്റെ മീനിങ് എന്താണ് അല്ലെങ്കിൽ ഈ പോയിന്റ് എന്താ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ഒബ്ജക്റ്റീവില് ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ among all sections of the people. അതായത് എല്ലാ വിഭാഗം ജനങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ളൊരു അവബോധം വളർത്തുക അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. To promote awareness of health care among all sections of the people. എല്ലാ വിഭാഗം ജനങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള ഒരു അവബോധം പ്രോത്സാഹിപ്പിക്കുകയാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം. രണ്ടാമത്തേതാണ് to promote awareness among functionaries included in health and hospital management. Health and hospital managementil ഉൾപ്പെട്ടിട്ടുള്ള ഫങ്ഷണറീസ് എന്ന് പറഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ജോലിക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥര്. അപ്പൊ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയില് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ ഉൾപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു അവയർനെസ് അല്ലെങ്കിൽ അവബോധം പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്? ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ഹെൽത്ത് കെയർ എമംഗ് ഓൾ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ. എല്ലാ വിഭാഗം ജനങ്ങളിലും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ളൊരു അവബോധം പ്രോത്സാഹിപ്പിക്കുക. രണ്ടാമത്തത് ടു പ്രൊമോട്ട് അവയർനെസ് എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തി അവർക്കൊരു അവയർനെസ് എൻകറേജ് ചെയ്യുക. രണ്ടാമത്തത് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിൽ ഉൾപ്പെട്ട് പ്രവർത്തിക്കുന്ന ഫങ്ഷണറീസ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അവർക്ക് അവബോധം ഉണ്ടാവുക അല്ലെങ്കിൽ അവബോധം വളർത്തുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക. രണ്ട് പോയിന്റ്സ് പറയാം. മൂന്നാമത്തെ വണ്ണാണ് ടു എൻകറേജ് റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ടു മേക്ക് ബെറ്റർ ദ എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം. എന്ന് വെച്ചാല് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലകളിലെ റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിച്ച് അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ആരോഗ്യ പരിചരണ വിതരണവും സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഒരു കാര്യക്ഷമത നമുക്ക് മികച്ചതാക്കാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലകളിലെ ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. മൂന്നെണ്ണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ പറഞ്ഞത് ടു പ്രൊമോട്ട് അവയർനെസ് ഓഫ് ദ ഹെൽത്ത് കെയർ എമംഗ് ഓൾ സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ. എല്ലാ വിഭാഗം ജനങ്ങളിലെയും ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ച് ഒരു അവബോധം പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ വളർത്തിയെടുക്കുക. രണ്ടാമത്തത് ഹോസ്പിറ്റൽ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിലെ ഉദ്യോഗസ്ഥര് അല്ലെ അതിൽ ഉൾപ്പെടുന്ന ജീവനക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് അവരിലും ഇതുപോലെയുള്ള അവബോധം പ്രോത്സാഹിപ്പിക്കുക. മൂന്നാമത്തത് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലകളിലെ റിസർച്ച് അല്ലെങ്കിൽ ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെ ഈ സ്ഥാപനങ്ങൾ നൽകുന്ന ആരോഗ്യ പരിചരണ വിതരണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുക. മൂന്ന് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ഫോർത്ത് വണ്ണാണ് ടു എൻകറേജ് ദ ഡെവലപ്മെന്റ് ഓഫ് ഹൈ ക്വാളിറ്റി ഹോസ്പിറ്റൽ സർവീസസ് ആൻഡ് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ഉയർന്ന ഗുണനിലവാരമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഹോസ്പിറ്റൽ സേവനങ്ങള് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പരിചരണ സർവീസുകള് മുതലായവ വികസിപ്പിക്കുന്നതിന് പ്രോത്സാഹനങ്ങൾ നൽകുക. ടു ഇൻക്രീസ് ദ
development of high quality hospital services and community health care. ഉയർന്ന ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾ, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ആരോഗ്യ പരിചരണങ്ങൾ മുതലായവ ഡെവലപ്പ് ചെയ്യുന്നതിന്, വികസിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകുക. അഞ്ചാമത്തെ ഒബ്ജക്റ്റീവ് ആണ് to encourage a meeting to exchange ideas and information among health and hospital planners, academicians, administrators, different statutory bodies and the public for the improvement of hospital and health care delivery system. To encourage a meeting, ഒരു മീറ്റിംഗിനെ പ്രോത്സാഹിപ്പിക്കുക. ആരുടെ ഇടയിലാണ്? ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സിനിടയില്, അക്കാഡമിഷ്യൻസിനിടയില്, അഡ്മിനിസ്ട്രേറ്റേഴ്സുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, നിയമപരമായിട്ടുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട്, പബ്ലിക്കുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഒരുമിച്ച് നിർത്തി ഒരു മീറ്റിങ്ങുകൾ പ്രോത്സാഹിപ്പിക്കുക. അതിലൂടെ എന്ത് ചെയ്യാം? അവർക്ക് അവരവരുടേതായ ഐഡിയാസും ഇൻഫർമേഷൻസും ഒക്കെ ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട്, കൈമാറ്റം ചെയ്യാനുള്ള ഒരു അവസരമാണ് ആ മീറ്റിംഗിലൂടെ കൊടുക്കുന്നത്. അതിലൂടെ ഓരോ വ്യക്തികൾക്കും ഓരോരോ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ഓരോരോ ഐഡിയാസ് ആയിരിക്കും അല്ലെ. അപ്പൊ അതിനനുസരിച്ച് ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം, ഒരു ഹോസ്പിറ്റലും ഹെൽത്ത് കെയറും അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ആരോഗ്യ പരിചരണ വിതരണ സംവിധാനങ്ങളിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനും കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ്സ് നടത്താനൊക്കെ ഈ മീറ്റിങ്ങുകൾ നടത്തുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. ഒരു 5 ഒബ്ജക്റ്റീവ് ആണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ പറഞ്ഞത് എല്ലാ ജനങ്ങളിലും ആരോഗ്യ പരിചരണത്തെ കുറിച്ചുള്ള ഒരു അവബോധം വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുക. രണ്ടാമത്തത് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കിടയിൽ, അല്ലെങ്കിൽ അവിടുത്തെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർ അല്ലെ, അവരുടെ ഇടയിൽ നല്ല രീതിയിലുള്ള ഒരു അവയർനെസ്, അല്ലെങ്കിൽ ഒരു അവബോധം പ്രോത്സാഹിപ്പിക്കുക. മൂന്നാമത് പറഞ്ഞത് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലയിലെ റിസർച്ച്, അല്ലെങ്കിൽ ഗവേഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതുവഴി ആ സ്ഥാപനങ്ങൾ നൽകുന്ന ഹെൽത്ത് കെയർ ഡെലിവറി സംവിധാനങ്ങള് കാര്യക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുക. നാലാമത്തെ പോയിന്റിൽ പറഞ്ഞത് to increase the development of high quality hospital services, ഉയർന്ന ഗുണനിലവാരത്തിലുള്ള ഹോസ്പിറ്റൽ സേവനങ്ങളും കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ പ്രോഗ്രാംസ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർവീസുകളൊക്കെ വികസിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകുക. അഞ്ചാമത്തെ പോയിന്റിൽ പറഞ്ഞത് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? അതായത് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ പ്ലാനേഴ്സ്, അതുപോലെ തന്നെ അക്കാഡമിഷ്യൻസ്, അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ഡിഫറെന്റ് സ്റ്റാറ്റ്യൂട്ടറി നിയമപരമായിട്ടുള്ള സ്ഥാപനങ്ങളിലെ ആളുകള്, പബ്ലിക് മുതലായ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുക, അതിനെ പ്രോത്സാഹിപ്പിക്കുക. അതിലൂടെ അവരവരുടെ ഐഡിയാസ് അവർക്ക് അതിൽ ഷെയർ ചെയ്യാനും, അതുപോലെ ഇൻഫർമേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാനും, അതിനനുസരിച്ച് നല്ല നല്ല മാറ്റങ്ങൾ വരുത്താനും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഹെൽത്ത് കെയർ ഡെലിവറി സംവിധാനങ്ങളിലും ഹോസ്പിറ്റലിലെ മറ്റു കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി മെച്ചപ്പെടുത്തലുകൾ നൽകാനായിട്ട്, അല്ലെങ്കിൽ നടത്താനായിട്ട് ഈ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നതിലൂടെ സഹായിക്കുന്നുണ്ട്. വേഗം ഒന്ന് വായിച്ചൊക്കെ ഒരു 5 ഒബ്ജക്റ്റീവ്സ്. വായിച്ച് കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ക്ലിയർ ആണോ? 5 ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആണോ? 5 ഓക്കെ. Then 6th one ആണ് to evolve norms and standards for accreditation of the healthcare organization and adopt means of evaluation of such institution to increase the quality of healthcare in the community.
അതായത് കമ്മ്യൂണിറ്റിയില് നല്ല രീതിയിലുള്ള നല്ല ഗുണനിലവാരമുള്ള ആരോഗ്യ പരിചരണം നൽകുന്നതിന് അല്ലെങ്കിൽ അത് നൽകുന്നത് കുറച്ചും കൂടി മികച്ചതാക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ഓരോ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിലും അക്രഡിറ്റേഷൻ അല്ലെ അംഗീകാരം അതിനു വേണ്ടിയിട്ടുള്ള നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് പോളിസികളും മാനദണ്ഡങ്ങളും ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക വികസിപ്പിക്കുക അതവിടെ നടപ്പിലാക്കുക അതിലൂടെ അഡോപ്റ്റ് മീൻസ് ഓഫ് ഇവാലുവേഷൻ നടപ്പിലാക്കിയാൽ മാത്രം പോരാ അല്ലെ നമ്മൾ അക്രഡിറ്റേഷൻ ചാപ്റ്റർ പഠിച്ചില്ലേ പഠിച്ചോ ഞാനൊരു റെസ്പോൺസ് ഇല്ലാതെ പഠിച്ചു ഓക്കെ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നടപ്പിലാക്കണം നമ്മൾ ഒരുപാട് സ്റ്റാൻഡേർഡ്സും പോളിസികളും ഒക്കെ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട് അല്ലെ അതവിടെ നടപ്പിലാക്കാൻ മാത്രം മതിയോ കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ അസസ്മെന്റ് നടത്തും അല്ലെ അതാണ് കണ്ടിന്യൂസ് ആയിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലേ അസസ്മെന്റ് നടത്തും അല്ലെ വിലയിരുത്തൽ നടത്തും എന്തിനു വേണ്ടിയിട്ടാണ് ഒരു അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് ഇതുപോലെയുള്ള മാനദണ്ഡങ്ങൾ വെക്കുന്നത് എന്തിനു വേണ്ടിയാണ് നല്ല ക്വാളിറ്റിയുള്ള കെയർ കൊടുക്കാൻ വേണ്ടി അല്ലേ ആണോ അവിടെ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ല ഗുണനിലവാരമുള്ള പരിചരണം നൽകാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഇവിടെയും അതുപോലെ തന്നെ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ അതുമായി ബന്ധപ്പെട്ട് അവരുടെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സും നോംസും ഒക്കെ എന്ത് ചെയ്യുക പോളിസികളും പ്രൊസീജിയേഴ്സും ഒക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക വികസിപ്പിക്കുകയും അതവിടെ നടപ്പിലാക്കുകയും ചെയ്യുക അത് നടപ്പിലാക്കിയാൽ മാത്രം മതിയോ ഇല്ല അതവർ കണ്ടിന്യൂസ് ആയിട്ട് അത് ഫോളോ ചെയ്ത് തുടർന്നു പോരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി വിവിധ മെത്തേഡുകൾ ഉപയോഗിച്ചത് എന്ത് ചെയ്യണം ഇവാലുവേഷൻ നടത്തണം അല്ലെ വിലയിരുത്തൽ നടത്തുകയും അതിലൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഓരോ ജനങ്ങൾക്കും നല്ല ക്വാളിറ്റിയുള്ള ആരോഗ്യ പരിചരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുക അതാണ് ആറാമത്തെ പോയിന്റിൽ പറയുന്നതാണ് ടു ഇവോൾവ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ അക്രഡിറ്റേഷൻ ഓഫ് ദ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസിന്റെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് വികസിപ്പിക്കുകയും അതവിടെ നടപ്പിലാക്കുകയും ചെയ്യുക അതോടൊപ്പം തന്നെ അഡോപ്റ്റ് മീൻസ് ഓഫ് ഇവാലുവേഷൻ ഓഫ് സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ അവിടെ നടപ്പിലാക്കിയിട്ടുള്ള അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഇവാലുവേഷൻ അല്ലെങ്കിൽ വിലയിരുത്തൽ നടത്തുന്നതിന് ആവശ്യമായ പുതിയ പുതിയ മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യുക അതിനനുസരിച്ച് കമ്മ്യൂണിറ്റിയിലെ ഓരോ പേഷ്യൻസിനും ഓരോ വ്യക്തികൾക്കും നല്ല ക്വാളിറ്റിയുള്ള ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുക നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ടു പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് in all sides of hospital services, healthcare delivery system and healthcare administration. ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും അതായത് ഒരു ഹോസ്പിറ്റൽ സർവീസുകളാവാം ഹെൽത്ത് കെയർ ഡെലിവറി സംവിധാനങ്ങളാവാം അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ഏരിയ ആവാം അങ്ങനെയുള്ള എല്ലാ വശങ്ങളിലും റിസർച്ചുകൾ ഗവേഷണങ്ങൾക്കും പരിശീലനങ്ങളും നൽകുന്നതിനുള്ള അവസരങ്ങൾ നൽകുക അപ്പൊ അതിനനുസരിച്ച് കുറെ മെച്ചപ്പെടുത്തൽ നമുക്ക് നടത്താൻ പറ്റും അല്ലെ നല്ല രീതിയിലുള്ള പരിശീലനങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാഫുകൾക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും അല്ലെ അതുപോലെ തന്നെ എല്ലാ മേഖലകളുടെയും റിസർച്ചുകളിലൂടെ നമുക്ക് പല പല കണ്ടെത്തലുകൾ ഫൈൻഡിങ്സ് കിട്ടും അതിനനുസരിച്ച് നമ്മൾ പല പല പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താനും മാറ്റങ്ങൾ വരുത്താനും ഓരോ കാലഘട്ടത്തിലെയും മികച്ചതാക്കി അപ്ഡേറ്റ് ആയിട്ട് ഓരോരോ കാര്യങ്ങളും കൊണ്ടുവരാനും സഹായിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഹോസ്പിറ്റൽ സർവീസുകളായിക്കോട്ടെ ഹെൽത്ത് കെയർ ഡെലിവറി സംവിധാനങ്ങളായിക്കോട്ടെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ വിഭാഗമായിക്കോട്ടെ അങ്ങനെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളിലും ഗവേഷണങ്ങളും പരിശീലനങ്ങളും നൽകാനുള്ള അവസരങ്ങൾ നൽകുക മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ടു റിനോവേറ്റ് ദ നോളജ് ആൻഡ് സ്കിൽ ഓഫ് ദ health and hospital administrators and other personnel included in the management of healthcare organization by way of continuous education and research. നമുക്കറിയാം അവിടെയുള്ള ജീവനക്കാർക്കും അതിനനുസരിച്ചുള്ള പരിശീലനങ്ങൾ കിട്ടണം എഡ്യൂക്കേഷൻസ് കിട്ടണം അല്ലെ എന്നാലാണ് അവരുടെ നോളജും സ്കില്ലും അവർക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെ ഇവിടെയും ടു റിനോവേറ്റ് എന്താണ് അവരുടെ നോളജും സ്കില്ലും നവീകരിക്കുക എന്തിനു വേണ്ടി ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് അതർ പേഴ്സണൽ
എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സും അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന മറ്റ് ജീവനക്കാരും അല്ലെ. അവർ ആ ഒരു ഹോസ്പിറ്റലിന്റെ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ അവരുടെ നോളജും സ്കില്ലും വർദ്ധിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ നവീകരിക്കണമെങ്കിൽ by the way of continuous education and research, കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് അതിനുള്ള എഡ്യൂക്കേഷൻസ് നൽകുക, റിസർച്ചുകൾ നൽകുക, റിസർച്ചുകൾ ചെയ്യുക. അപ്പൊ അതിലൂടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ഓരോ സ്കില്ലുകൾ വർദ്ധിപ്പിക്കാനും അറിവുകൾ വർദ്ധിപ്പിക്കാനും ഒക്കെ അവർക്ക് സാധ്യമാണ്. ഇത്രയും കുറിച്ച് വേഗം ഒന്ന് നോക്കട്ടെ നമുക്ക്. എന്തൊക്കെയാ പറഞ്ഞത്? ടു ഇവോൾവ് നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞ 7 പേജിലെ ഫസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. അക്രഡിറ്റേഷൻ, അതായത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട അക്രഡിറ്റേഷൻസ് അംഗീകാരം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള നോംസ്, സ്റ്റാൻഡേർഡ്സ്, പോളിസികള്, പ്രൊസീജിയറുകള്, സ്റ്റാൻഡേർഡ്സ്, മാനദണ്ഡങ്ങള് മുതലായവയൊക്കെ വികസിപ്പിക്കുകയും അതവിടെ നടപ്പിലാക്കുകയും ചെയ്യുക. ഇനി ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതവിടെ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ടോ എന്ന് വിലയിരുത്തുന്നതിന് വേണ്ടി ആവശ്യമായ മെത്തേഡുകൾ അഡോപ്റ്റ് ചെയ്യുക. അതിലൂടെ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ഓരോ വ്യക്തികൾക്കും നല്ല ക്വാളിറ്റിയുള്ള ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുക. രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത് എല്ലാ സ്പെഷ്യൽ, അതായത് ഹോസ്പിറ്റൽ സർവീസുകള്, ഹെൽത്ത് കെയർ ഡെലിവറി സംവിധാനങ്ങള്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ മുതലായ എല്ലാ വശങ്ങളിലെയും റിസർച്ചുകളും ട്രെയിനിങ് പരിശീലനങ്ങളും ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുള്ള അവസരങ്ങൾ നൽകുകയും ചെയ്യുക. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് ടു റിന്യൂ നോളജ് ആൻഡ് സ്കില്ല്, ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സും അവരുടെ കീഴിലുള്ള മറ്റു ജീവനക്കാരും അവരെല്ലാം ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അവരുടെ നോളജും സ്കില്ലും ഒക്കെ പുതുക്കാൻ അല്ലെങ്കിൽ നവീകരിക്കുന്നതിന് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസും റിസർച്ചുകളിലും ഒക്കെ അവിടെ പങ്കാളികളാക്കുകയും ചെയ്യുക. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കാം 3 സെന്റൻസ്. ക്ലിയർ ആണോ? വായിച്ച് കംപ്ലീറ്റ് ചെയ്യോ? റിപ്ലൈ ചെയ്തേ. ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് പറയാണ് കേട്ടോ. To encourage and grant recognition to research in the field of health and hospital management and to accord awards, scholarship and assistance in their suitable forms to deserving individuals and institutions. അതായത് ഇവിടെ നമ്മുടെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലകളുമായി ബന്ധപ്പെട്ട റിസർച്ചുകൾക്ക് ഒരു വലിയ രീതിയിലുള്ള അംഗീകാരങ്ങൾ നൽകുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ടു അക്കോർഡ് അവാർഡ്സ്, സ്കോളർഷിപ്പ് ആൻഡ് അസിസ്റ്റൻസ് ഇൻ അതർ സ്യൂട്ടബിൾ ഫോംസ് ടു ഡിസേർവിംഗ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ഇൻഡിവിജ്വൽസിന്, വ്യക്തികൾക്കാവാം അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള സ്ഥാപനങ്ങൾക്കാവാം എന്ത് കൊടുക്കുക? അവാർഡുകളോ സ്കോളർഷിപ്പുകളോ അല്ലെങ്കിൽ അസിസ്റ്റൻസ് എന്തെങ്കിലും മറ്റെന്തെങ്കിലും സഹായങ്ങളോ ഒക്കെ നൽകുക. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ, നന്നായിട്ട് ബെസ്റ്റ് പെർഫോം ചെയ്യുന്ന ആളുകൾക്ക് അവാർഡുകൾ കൊടുക്കാറുണ്ട് അല്ലെ. ബെസ്റ്റ് പെർഫോം ചെയ്യുന്ന
ചെയ്യുന്ന ഇൻഡിവിജ്വൽസിന് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ നന്നായിട്ട് ആ ഒരു വർഷം നല്ല ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സ്ഥാപനങ്ങൾക്ക് കൊടുക്കാറുണ്ട് ഇല്ലേ? കണ്ടിട്ടില്ലേ? എല്ലാ മിക്ക സ്ഥാപനങ്ങളിലും ഉള്ളതല്ലേ അല്ലെ? സ്ഥാപനങ്ങളുടെ ഇടയിൽ ഇവിടെയും ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിനിടയിലും ഇതുപോലെ തന്നെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന, നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളുകൾക്കോ വ്യക്തികൾക്കാവാം, അനുയോജ്യരായിട്ടുള്ള വ്യക്തികളാവാം, അല്ലെങ്കിൽ സ്ഥാപനങ്ങളാവാം, അവർക്ക് എന്ത് ചെയ്യുക? കൃത്യമായിട്ടുള്ള അവാർഡുകള്, സ്കോളർഷിപ്പുകള് അല്ലെങ്കിൽ മറ്റു സഹായങ്ങളൊക്കെ നൽകുക. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ മേഖലകളിൽ അല്ലെങ്കിൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുമുള്ള റിസർച്ചുകളെയും എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുകയും വളരെ നല്ല രീതിയിലുള്ള അംഗീകാരം നൽകുകയും ചെയ്യുക. അടുത്തത് പറയുന്നത് ടു ഫങ്ഷൻ ആസ് ആൻ അഡ്വൈസറി ഓർ കൺസൾട്ടേറ്റീവ് ബോഡി ഇൻ ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് കൺട്രി ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ, പബ്ലിക് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സിസ്റ്റം ഡെവലപ്മെന്റ്, ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓർഗനൈസേഷൻ ആൻഡ് എനി other health related associated organization when needs or emerges or services are demanded for. ഇതില് നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കുക. To function as an advisory or consultative body, ഒരു നല്ല രീതിയിലുള്ള ഒരു എന്താണ് ഒരു കേന്ദ്ര, ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടോ, അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടോ, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻസുമായി ബന്ധപ്പെട്ടോ, പബ്ലിക് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സിസ്റ്റം ഡെവലപ്മെന്റ്, ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓർഗനൈസേഷൻ, അതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ്, അവരുടെയൊക്കെ ആവശ്യകതകൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന സർവീസുകൾക്കനുസരിച്ചുള്ള ഒരു ഉപദേശക സമിതിയായിട്ട് പ്രവർത്തിക്കുക എന്നതാണ് ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ് കേട്ടോ. ടു ഫങ്ഷൻ ആസ് ആൻ അഡ്വൈസറി ഓർ കൺസൾട്ടേറ്റീവ് ബോഡി, ഒരു ഉപദേശക സമിതിയായിട്ട് പ്രവർത്തിക്കുക. എന്താണ്? ടു ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് കമ്മ്യൂണിറ്റി ആൻഡ് കൺട്രി, നമ്മുടെ സമൂഹത്തിന്റെയും നമ്മുടെ രാജ്യത്തിന്റെയും ബെസ്റ്റ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ താല്പര്യത്തിനനുസരിച്ച് ഒരു ഉപദേശക സമിതിയായിട്ട് പ്രവർത്തിക്കുക. സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റിനിടയിലുള്ള പ്രവർത്തനങ്ങൾ, കാര്യങ്ങൾക്കുള്ള ഒരു ഉപദേശക സമിതിയാവാം, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, പബ്ലിക് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സിസ്റ്റം ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓർഗനൈസേഷൻസുമായി ബന്ധപ്പെട്ടതാവാം. അങ്ങനെ ഏതൊരു സ്ഥാപനം, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടും അവരുടെ ആ സ്ഥാപനങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ അവിടെ സർവീസുകൾ ആവശ്യമാണെങ്കിൽ അവർക്കിടയിൽ ഒരു ഉപദേശക സമിതിയായിട്ട് പ്രവർത്തിക്കേണ്ടത് ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ്. അടുത്ത മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് ടു ഹെൽപ് ടു പ്രിപ്പയർ SOPs. എന്താണ് SOP? കേട്ടിട്ടുണ്ടോ? SOP വേറെവിടെയെങ്കിലും കേട്ടിരുന്നോ ഈ ഒരു പേര്? SOP കേട്ടിട്ടില്ല? വെരി ഗുഡ്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അല്ലെ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെ? അപ്പൊ ഇവിടെ SOPs ചോദിക്കാറുണ്ട് കേട്ടോ, എക്സ്പയർഡ് ഫോം ചോദിക്കാറുണ്ട്. SOP കേട്ടോ ചോദിക്കാറുള്ള പേരാണ് കേട്ടോ. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. ഈ പറയുന്ന SOPs അപ്പൊ നമ്മുടെ ഓരോ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രൊസീജിയേഴ്സ്, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് വേണം, എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണം, അതിനുവേണ്ടി കൃത്യമായ ഒരു മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പൊ അത് ഓൾറെഡി ഓരോ സ്ഥാപനങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ടാവും? പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മാനുവൽസ്, ലിറ്ററേച്ചർ ആൻഡ് ബുക്സ് ഓൺ ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ, health technology, healthcare industry related subject, textbooks for health management courses for benefit for the students and faculty, and also hospital and healthcare organizations and academic institutions. ഇത് ഇത്രയും മാത്രമേ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് നിങ്ങളൊന്ന് ചിന്തിക്കുക. അപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട മാനുവലുകള്, ലിറ്ററേച്ചറുകള്, ബുക്കുകള് മുതലായവ തയ്യാറാക്കുക
മാറ്റുന്നതിന് വേണ്ടി സഹായിക്കുക. അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ബുക്സ് ഫോർ ഹെൽത്ത് മാനേജ്മെന്റ്, ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്ത് മാനേജ്മെന്റ് കോഴ്സുകൾ അല്ലെ, ഇപ്പൊ നമ്മളൊക്കെ പഠിക്കുന്ന പോലെയുള്ള കോഴ്സുകൾ, അതുമായി ബന്ധപ്പെട്ട സ്റ്റുഡൻസിനും മറ്റ് പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ തയ്യാറാക്കാനായിട്ട് സഹായിക്കുക. അതുപോലെ ഹോസ്പിറ്റൽ ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആൻഡ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ മുതലായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റ് ബുക്കുകൾ ആയിക്കോട്ടെ, മറ്റ് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ബുക്സോ ലിറ്ററേച്ചേഴ്സോ മാനുവൽസോ അതുപോലെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സോ മുതലായവയൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ സഹായിക്കുക എന്നതാണ് പറയുന്നത്. വളരെ ഷോർട്ട് ആയിട്ട് വലിയ വലിയ സെന്റൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് ഷോർട്ട് ആക്കി വെച്ച് പഠിച്ചാൽ മതി കേട്ടോ. ഏതൊക്കെയാണ് എന്ന രീതിയിൽ എക്സ്പാൻഡ് ചെയ്തൊന്നും ചോദിക്കാറില്ല, ജസ്റ്റ് ആ ഒബ്ജക്റ്റീവ് ഏതൊക്കെയാണ് എന്ന രീതിയിൽ ചോദിക്കുള്ളൂ കേട്ടോ. അടുത്തൊരു പോയിന്റ്, ടു ടാക്കിൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ്, quality and accreditation, health technology and the assessment, medical tourism, disaster management, healthcare delivery organization, public health facilities and services for overall improvement of the facilities. To tackle professional consultancy എന്ന് പറഞ്ഞാൽ തൊഴിൽപരമായിട്ടുള്ള ഒരു വിദഗ്ധ ഉപദേശം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക. ഇൻ ദ ഫീൽഡ് ഓഫ്, ഏതൊക്കെ മേഖലകളിലുള്ള പ്രൊഫഷണൽ കൺസൾട്ടൻസി ആണ്? ഇൻ ദ ഫീൽഡ് ഓഫ് ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ്, അതുപോലെ തന്നെ ക്വാളിറ്റി ആൻഡ് അഷുറൻസ്, അക്രഡിറ്റേഷൻ അല്ലെ, ഇതൊക്കെ ഓരോ മേഖലകളാണ്. ക്വാളിറ്റി ആൻഡ് അക്രഡിറ്റേഷൻ, ഹെൽത്ത് ടെക്നോളജി അസസ്മെന്റ്, മെഡിക്കൽ ടൂറിസം, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഹെൽത്ത് കെയർ ഡെലിവറി ഓർഗനൈസേഷൻ, പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റി, സർവീസസ് ഫോർ ഓവറോൾ ഇംപ്രൂവ്മെന്റ് ഓഫ് ദ ഫെസിലിറ്റീസ്. അപ്പൊ ഈ പറയുന്ന എല്ലാ മേഖലകളുടെയും മൊത്തത്തിൽ അവർ നൽകുന്ന സേവനങ്ങളുടെ മൊത്തത്തിലുള്ള ആ ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ അവർ നൽകുന്ന സൗകര്യങ്ങളുടെ ഒരു മെച്ചപ്പെടുത്തൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ ഒരു അഭിപ്രായം അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള അവർ ചെയ്യുന്ന ഓരോ ജോലിയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണൽ കൺസൾട്ടൻസി അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള ഒരു വിദഗ്ധ ഉപദേശം പ്രയോജനപ്പെടുത്തുക. അപ്പൊ 3 പോയിന്റ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ പറഞ്ഞ എന്താ? ടു എൻകറേജ്, 4 പോയിന്റ്സ് പറഞ്ഞു അല്ലെ. ടു എൻകറേജ് ആൻഡ് ഗ്രാൻഡ് റെക്കഗ്നിഷൻ, അതായത് നമ്മുടെ ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മേഖലകളിലുള്ള എല്ലാ റിസർച്ചുകൾക്കും ഒരു വലിയ രീതിയിലുള്ള അംഗീകാരങ്ങൾ നൽകാനായിട്ടുള്ള ഒരു പ്രോത്സാഹനം നൽകുക. അതുപോലെ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അനുയോജ്യരായിട്ടുള്ള ഇൻഡിവിജ്വൽസിനും സ്ഥാപനങ്ങൾക്കും ആവശ്യമായ രീതിയിലുള്ള അവാർഡുകള്, സ്കോളർഷിപ്പുകള്, അസിസ്റ്റൻസ് അല്ലെങ്കിൽ സഹായങ്ങളും നൽകുക. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഈ പറയുന്ന ഒരുപാട് മേഖലകൾ പറഞ്ഞു അല്ലെ, അതുമായി ബന്ധപ്പെട്ട ആവശ്യമായിട്ടുള്ള സർവീസുകളുടെ ഡിമാൻഡിനനുസരിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെയും കൺട്രിയുടെയും മികച്ച താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഉപദേശക സമിതിയായി നിന്ന് പ്രവർത്തിക്കുക. അടുത്തതായിട്ട് പറഞ്ഞത് ടു ഹെൽപ്പ് ടു പ്രിപ്പയർ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, മാനുവൽസ്, ലിറ്ററേച്ചേഴ്സ്, ബുക്കുകള്, ടെക്സ്റ്റ് ബുക്കുകള് മുതലായവയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയറും മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരുപാട് ടെക്സ്റ്റുകള്, ലിറ്ററേച്ചറുകൾ മുതലായവയൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കുക. അടുത്തത് പറഞ്ഞത് എന്താണ്? ഈ പറയുന്ന പ്രൊഫഷണൽ കൺസൾട്ടൻസി ഒരുപാട് മേഖലകൾ പറഞ്ഞു അല്ലെ. ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റ്, ക്വാളിറ്റി അക്രഡിറ്റേഷൻ, ഹെൽത്ത് ടെക്നോളജി അസസ്മെന്റ്, ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു വെച്ചാൽ കേട്ടോ. മെഡിക്കൽ ടൂറിസം, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അങ്ങനെയുള്ള ഒരുപാട് മേഖലകളുണ്ട്. അപ്പൊ അവിടെ എല്ലാം ഉൾപ്പെടുത്തി നമുക്ക് ഓരോ സ്ഥാപനങ്ങളും നല്ല ഫെസിലിറ്റീസ്, ഇംപ്രൂവ്മെന്റ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് കൊടുക്കുന്നതിന് വേണ്ടി ആവശ്യമായ പ്രൊഫഷണൽ കൺസൾട്ടൻസി, തൊഴിൽപരമായിട്ടുള്ളൊരു വിദഗ്ധോപദേശം പ്രയോജനപ്പെടുത്തുക. ഇത്രയും വേഗം ഒന്ന് നോക്കി.
വായിച്ച് കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതേ ചോദിക്കാറുള്ളൂ കേട്ടോ. ഒബ്ജക്റ്റീവ്സിന്ന് അത് പൊതുവായിട്ട് SOPയുടെ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. SOPയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അല്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് സ്വാഭാവികമായിട്ടും ഒബ്ജക്റ്റീവിന് കുറവാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. എന്നാൽ തന്നെ ഇൻക്ലൂഡഡ് ആയത് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിരിക്കുന്നത് കേട്ടോ. ഒത്തിരി ലെങ്തി ആയിട്ടുള്ള സെന്റൻസുകൾ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒരുപാടൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല ഒരു ഭാഗത്ത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഈ SOPയുടെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കുക. മറ്റുള്ളവയ്ക്കൊന്ന് ജനറൽ ആയിട്ട് ഇന്നതൊക്കെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നുണ്ട് എന്ന രീതിയിലൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് രണ്ടെണ്ണം കൂടി പറഞ്ഞിട്ട് നമുക്ക് ഒബ്ജക്റ്റീവ്സ് തീർക്കാം. നെക്സ്റ്റ് അടുത്ത രണ്ടെണ്ണമാണ് ടു കണ്ടക്ട് inter-hospital or institution award competition on different parameters to bring competitiveness for enhancing healthcare quality and training. അതായത് ഇപ്പൊ ഹോസ്പിറ്റലുകളുടെ ഇടയിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനിടയിലൊക്കെ അവാർഡ് കോമ്പറ്റീഷൻസ് നടത്താറില്ലേ? വിവിധ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ വിവിധ മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവരുടെ പ്രവർത്തനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിലയിരുത്തി അവാർഡ് കോമ്പറ്റീഷൻസ് നടത്താറില്ലേ? ഇപ്പൊ നമ്മുടെ കോളേജുകളിലൊക്കെ നടത്താറില്ലേ ഇന്ത്യൻ കോമ്പറ്റീഷൻസ്? അതുപോലെ തന്നെ ഇവിടെ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനിടയിൽ ഒരു അവാർഡ് കോമ്പറ്റീഷൻസ് വെക്കാം. ഡിഫറെന്റ് പാരാമീറ്റേഴ്സ്, വിവിധ മാനദണ്ഡങ്ങൾ പ്രകാരം ടു ബ്രിങ് കോമ്പറ്റീറ്റീവ്നെസ് ഫോർ എൻഹാൻസിങ് ഹെൽത്ത് കെയർ ക്വാളിറ്റി ആൻഡ് ട്രെയിനിങ്. അപ്പൊ ഏത് സ്ഥാപനമാണോ മികച്ച രീതിയിൽ നല്ല ക്വാളിറ്റി കൊടുക്കുന്നത് അതിന്റെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നല്ല മികച്ച രീതിയിൽ അപ്പൊ നമ്മൾ ഓരോ സ്ഥാപനം ചെയ്യും ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ട് പ്രവർത്തിക്കും അല്ലെ. ഞാൻ എന്റെ സ്ഥാപനം മികച്ചതാവണം എന്ന രീതിയിൽ അവിടുത്തെ ഓരോരുത്തരും നല്ല രീതിയിൽ ആ ഒരു അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പ്രവർത്തിക്കും. അപ്പൊ അങ്ങനെ ഒരു അവാർഡ് കോമ്പറ്റീഷൻസ് ഈ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനിടയിൽ കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ നടപ്പിലാക്കുക. അപ്പൊ അതിലൂടെ നല്ല രീതിയിലുള്ള ഒരു ഹെൽത്ത് കെയർ ക്വാളിറ്റിയും ട്രെയിനിങ്ങും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ എൻഹാൻസ് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കും. ലാസ്റ്റ് പറഞ്ഞത് ടു റിയലൈസ് ആൻഡ് മേക്ക് ഫെസിലിറ്റി ടു the individuals who have made extraordinary and significant contributions in the field of health and hospital management in general and to the academy in particular. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പൊതുവായിട്ടാവാം അല്ലെങ്കിൽ അവിടുത്തെ അക്കാഡമിഷ്യൻസ് അല്ലെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറച്ച് പ്രത്യേകമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ സംഭാവന നൽകിയ കുറച്ച് ആളുകൾ ഉണ്ടാവും അല്ലെ. അങ്ങനെ എക്സ്ട്രാ ഓർഡിനറിയാണ്, അതായത് വളരെ പ്രശസ്തമായിട്ടുള്ള വളരെ അസാധ്യമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ സംഭാവന നൽകിയ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ വ്യക്തികൾ ഉണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അവരെ തിരിച്ചറിയുകയും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നമ്മൾ നൽകുകയും ചെയ്യുക എന്ന് പറയുന്നത്. ഇതാണ് to realize and make facility to the individual who have made extraordinary and significant contributions in the field of health and hospital management in general and to the academy in particular. Health and hospital management മേഖലയിൽ പൊതുവായിട്ടാവാം അല്ലെങ്കിൽ അക്കാഡമിഷ്യൻസുമായി ബന്ധപ്പെട്ട് അല്ലെ അക്കാഡമിക് മേഖലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ട് എന്തെങ്കിലും വളരെ അസാധ്യമായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ സംഭാവനകൾ നൽകിയ വ്യക്തികളെ തിരിച്ചറിയുകയും അവർക്ക് ആവശ്യമായ അസിസ്റ്റൻസും ഫെസിലിറ്റീസും സൗകര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുക. അപ്പൊ ലാസ്റ്റ് രണ്ട് പോയിന്റ്സില് ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞത്, ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനിടയിൽ ഇന്റർ അവാർഡ് കോമ്പറ്റീഷൻസ് സംഘടിപ്പിക്കുക. അപ്പൊ അത് പ്രത്യേകമായിട്ടുള്ള കുറച്ച് മാനദണ്ഡങ്ങൾ പ്രകാരം തന്നെയായിരിക്കണം സംഘടിപ്പിക്കേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് ഓരോ സ്ഥാപനം വളരെ കോമ്പറ്റീറ്റീവ് മത്സരാധിഷ്ഠിതമായിട്ട് പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് അവരുടെ ക്വാളിറ്റി അവർ കൊടുക്കുന്ന ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട ക്വാളിറ്റിയൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കും.
രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞത് ഈ പറയുന്ന ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പൊതുവായിട്ട് കുറെ സംഭാവനകൾ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ അക്കാഡമിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രത്യേകമായിട്ടുള്ള സംഭാവനകളോ കാര്യങ്ങളോ ഒക്കെ ചെയ്ത സാധ്യമായിട്ടുള്ള സംഭാവനകൾ ചെയ്ത വ്യക്തികളെ കണ്ടെത്തുകയും അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളും സേവനങ്ങളും സഹായങ്ങളും ഒക്കെ നൽകുകയും ചെയ്യുന്നത്. ഓക്കെ, രണ്ട് പോയിന്റ്സും കൂടി ഒന്ന് വായിച്ചു നോക്കട്ടാണ്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. SOP, Standard Operating Procedures. അത് മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ. എക്സ്പാൻഡ് ഫോം മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ. SOPയുടെ എക്സ്പാൻഡ് ഫോം മാത്രമേ ചോദിക്കുള്ളേ. വേറെ ഭാഗത്തു നിന്നും അതാണ് കൂടുതലും കണ്ടിരിക്കുന്നത്. ബാക്കിയൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇൻക്ലൂഡഡ് ആയത് ഏതെന്ന് ചോദിക്കുകയാണെങ്കിലും ഈ വലിയ സെന്റൻസുകളൊന്നും വരാൻ സാധ്യത കുറവാണ് കേട്ടോ. വരാൻ സാധ്യതയുള്ളത് ആ ചെറിയ ചെറിയ സെന്റൻസുകൾ തന്നെ ആയിരിക്കും കേട്ടോ. ഇത്രയും വലിയ ലെങ്തി ആയിട്ടുള്ള സെന്റൻസുകൾ അങ്ങനെ കാണാറില്ല. ജഡ്ജീസ് പൊതുവെ അങ്ങനെ അധികം ചോദിച്ചു കണ്ടിട്ടില്ല. SOP ആണ് കൂടുതലും അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എക്സ്പാൻഡ് ഫോം ആയിട്ട് ചോദിച്ചു കണ്ടിരിക്കുന്നത് കേട്ടോ. പ്രിൻസിപ്പിൾസ് പക്ഷെ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. ഇൻക്ലൂഡഡ് ആയ രീതി അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്ത രീതി, ആ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആണോ? ഒബ്ജക്റ്റീവ്സ് ഓക്കെ. നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് ഇമ്പാക്ട് ഓൺ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ. ഇനി നമ്മൾ നെക്സ്റ്റ് വേറൊരു സെക്ഷനാണ് പഠിക്കുന്നത്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ സ്വാധീനം അളക്കുന്നതിനുള്ള ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങൾ. ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങൾ ഉപയോഗിച്ച് ഒരു പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട അവിടുത്തെ സവിശേഷതകൾ മുതലായവയൊക്കെ നമുക്ക് തിട്ടപ്പെടുത്താനായിട്ട് പറ്റും. അപ്പൊ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. കുറച്ചെണ്ണം പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളിപ്പോ CSST-യിലൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചു കാണുമല്ലോ അല്ലെ? ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് അല്ലേ പഠിച്ചോ? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പഠിച്ചില്ലേ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതിരിക്കുന്നൊക്കെ മറന്നുപോയോ? അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ഈ ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഈ സൂചകങ്ങളിലൂടെ ഒരു പോപ്പുലേഷൻ ജനറൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ തരുന്നതാണ് കേട്ടോ. എന്നാലും ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ. ഈ പറയുന്ന ഇൻഡിക്കേറ്റേഴ്സിൽ കുറെ എക്സാമ്പിൾ, ഇപ്പൊ ഡെത്ത് റേറ്റ്, മോർട്ടാലിറ്റി റേറ്റ് നിങ്ങൾ കേട്ട് കാണുമോ പേരൊക്കെ ഇല്ലേ? പ്രിവാലൻസ് റേറ്റ്, അത് നിങ്ങൾ ചിലപ്പോൾ ഇൻസിഡന്റ് റേറ്റ്. അപ്പൊ അങ്ങനെ കുറച്ച് കാൽക്കുലേഷൻസ് ആണ്. അതായത് ഒരു പോപ്പുലേഷനെ എടുക്കുന്നു. ഒരു പോപ്പുലേഷനില് അവരുടെ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ ഹെൽത്ത് എത്രത്തോളം ഉണ്ട്, ആരോഗ്യം, ഒരു പോപ്പുലേഷനെ എടുക്കുമ്പോൾ ആ പോപ്പുലേഷന്റെ ആരോഗ്യം എത്രത്തോളം ഉണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിപ്പോ നമ്മളൊരു പോപ്പുലേഷൻ എടുക്കുകയാണ്. അപ്പൊ ആ ഒരു പോപ്പുലേഷനില് നമ്മൾ ഒരു രോഗത്തെ ബേസ് ചെയ്ത് ഒരു ഇൻസിഡന്റ് റേറ്റോ അല്ലെങ്കിൽ ഒരു പ്രിവാലൻസ് റേറ്റോ എടുക്കുമ്പോൾ ആ ഒരു പോപ്പുലേഷനിൽ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് എല്ലാത്തിനും നിർബന്ധമായിട്ടും ഒരു ടൈം പീരീഡ് ഉണ്ടാവും കേട്ടോ. ആ ഒരു ടൈം പീരീഡ് അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവില് ആ ഒരു പോപ്പുലേഷനില് എത്ര ആളുകൾക്ക് ഒരു രോഗമായിട്ട്, ഇപ്പൊ ഒരു ഡയബറ്റീസ് എന്ന് പറഞ്ഞ ഒരു രോഗം തന്നെ എടുത്തോ, എത്ര ആളുകൾക്ക് ഡയബറ്റീസ് വന്നു, ഇനി എത്ര ആളുകൾക്ക് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ കണക്കെടുക്കുന്നത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ?
കൃത്യമായിട്ട് മിസ് അത് എന്താണെങ്കിലും പറഞ്ഞു തന്നാൽ മാത്രമേ എനിക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ ഒരു മോർട്ടാലിറ്റി റേറ്റ് എടുക്കാം. ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനിൽ ഒരു നിശ്ചിത സമയത്ത് മരണപ്പെട്ട ആളുകളുടെ എണ്ണം അങ്ങനെയാണ് നമ്മൾ ഓരോ പോപ്പുലേഷനിലെയും. അപ്പൊ ഒരു മരണവുമായി ബന്ധപ്പെട്ട് എത്ര പേര് മരണപ്പെട്ടു അല്ലേ? അതുപോലെ ഒരു പോപ്പുലേഷൻ ഒരു രോഗം വന്നു. ഇപ്പൊ നമ്മുടെ കോവിഡ് ഒക്കെ വന്ന സമയത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു ആ ഒരു സിറ്റുവേഷൻ. അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. ഒരു പർട്ടിക്കുലർ സമയത്ത് എത്ര പേര് കോവിഡ് പോസിറ്റീവ് ആയി അല്ലെ? എത്ര പേര് ഇനി വരാൻ സാധ്യതയുണ്ട്? അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് വിശദീകരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് എന്നെ തിട്ടപ്പെടുത്താവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതിന് അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഫോർമുലാസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഫോർമുലയൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചില്ലേ? ഫോർമുലാസ് പഠിച്ചോ? ക്വാളിറ്റി മാനേജ്മെന്റില് പഠിച്ചോ? അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ മിസ്? ക്വാളിറ്റി മാനേജ്മെന്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തോ? ഫോർമുല പഠിച്ചു തുടങ്ങിയോ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് കഴിഞ്ഞു. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും കുറച്ച് ഫോർമുലാസ് വരുന്നുണ്ട്. അപ്പൊ ആ ഫോർമുലാസ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഫോർമുല ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് എല്ലാ ഫോർമുലാസും കുറച്ച് എണ്ണ ഉള്ളൂ. അത് പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കി പഠിച്ചാൽ കിട്ടാവുന്ന ഫോർമുലാസ് ആണ് കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടുള്ളതും വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഫോർമുല ഒന്നുമല്ല. അത് മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഫോർമുലയാണ് ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ ഫോർമുലാസും പഠിച്ചിരിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഭാഗമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഓരോ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്, അത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ആ ഒരു മെഷർമെന്റ് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എടുക്കുന്നത്, അതിന്റെ ഫോർമുല എന്താണ്, അതാണ് നമുക്ക് പ്രധാനമായിട്ടും എനിക്ക് വരാൻ പോകുന്ന ഭാഗത്ത് വരുന്നത്. ഒരു ജനറൽ ഐഡിയ തന്നതാണ്, നാം അത്രയും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. ഒരു പോപ്പുലേഷനെ നമുക്കൊരു സാമ്പിൾ ആണ് എടുക്കുന്നത് അല്ലെ? ഒരു പോപ്പുലേഷന് മൊത്തത്തിലുള്ള ഒരു ഹെൽത്ത് എങ്ങനെയാണെന്ന് നമുക്ക് കണക്കാക്കണമെങ്കിൽ അതിൽ ഒരു കുറച്ച് വിഭാഗം അല്ലെങ്കിൽ ഒരു കുറച്ച് സാമ്പിൾ എടുക്കും അല്ലെ? പഠിച്ചിട്ടില്ലേ ഇത്? പണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിച്ചു നോക്കുന്നുണ്ടോ? നമ്മള് പൈ ഡയഗ്രാം, നമ്മൾ എന്താണ് അതുപോലെ തന്നെ ഗ്രാഫിക്കൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻസ് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ടോ? ഒരു പോപ്പുലേഷനിൽ ഇത്ര ആളുകൾക്ക് ഇത്ര ശതമാനം, ഇത്ര ആളുകൾക്ക് ഇത്ര ശതമാനം ഇന്ന രോഗങ്ങൾ ബാധിച്ചു അല്ലെ? നമ്മൾ പണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് ചെയ്യാറുണ്ടായിരുന്നു. ഓർക്കുന്നില്ലേ ഇതൊന്നും? അവിടെ പഠിച്ചതൊക്കെ അവിടെ വിട്ടിട്ട് പോകുന്നൊക്കെ ആണോ? അപ്പൊ എപ്പോഴും ഒരു പോപ്പുലേഷൻ എടുക്കുമ്പോൾ നമ്മൾ ഒരു സാമ്പിൾ ആണ് കളക്ട് ചെയ്യുക. അതായത് മൊത്തത്തിൽ ആ പോപ്പുലേഷനെ ഇരുന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുന്നത് എപ്പോ തീരാണ് അല്ലെ? ബുദ്ധിമുട്ടാണ്. ഒരു സാമ്പിൾ എടുത്ത് ആ സാമ്പിൾ അതെങ്ങനെ എടുക്കുന്നത്? സർവേകളിലൂടെയൊക്കെയാണ് കേട്ടോ. ആ ഒരു സാമ്പിൾ കളക്ട് ചെയ്ത് അവരുടെ ആരോഗ്യം അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നമ്മള് കൃത്യമായിട്ടുള്ള കണക്കുകൾ പരിശോധിക്കുകയും അത് നമ്മൾ പൊതുവായിട്ട് ജനറലൈസ് ചെയ്യുകയാണ് ചെയ്യാറ്. മനസ്സിലായോ? ഒരു പോപ്പുലേഷൻ എടുക്കുമ്പോൾ ആ പോപ്പുലേഷന് ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ? ആ ഒരു പോപ്പുലേഷന് മൊത്തത്തിൽ നമുക്ക് കണക്ക് ഓരോരുത്തരുടെയും കാര്യങ്ങൾ അന്വേഷിച്ച് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു സാമ്പിൾ എടുത്തു. ആ സാമ്പിളിൽ ഉൾപ്പെട്ട ആളുകളില് എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങള് അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഡേറ്റാസ് നമ്മൾ സർവേ മുതലായ കാര്യങ്ങൾ നടത്തി എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുകയും അത് കിട്ടുന്ന ആ ഒരു ഫൈൻഡിങ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ജനറലൈസ് ചെയ്യുന്നത്. പോപ്പുലേഷൻ മൊത്തത്തിലുള്ളതാണ് എന്ന രീതിയിൽ ജനറലൈസ് ചെയ്യുകയാണ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്നാൽ മാത്രമാണ് നമുക്ക് ഇനി വായിക്കുമ്പോൾ മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ ആണോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. Okay, health indicators are calculable characteristics of a population which researchers use as supporting evidence for explaining the health of a population. Underline the first point. Health indicators are calculable characteristics of a population. Or population, health indicators measure ചെയ്യാൻ പറ്റുന്നവയാണ് അല്ലെ? എപ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ള മെഷർമെന്റുകൾ എടുത്ത് അതിനനുസരിച്ചുള്ള നമുക്ക് കുറച്ചധികം ഫോർമുലാസും
കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ച് നമുക്ക് മെഷർ ചെയ്ത് ആ സവിശേഷതകളെ കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പൊ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആർ കാൽക്കുലബിൾ ക്യാരക്ടേഴ്സ്, എന്നെ തിട്ടപ്പെടുത്താൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു മൂല്യവത്തായിട്ടുള്ള ഒരു സവിശേഷതയാണ് ഒരു പോപ്പുലേഷന്റെ വിച്ച് റിസർച്ചേഴ്സ് യൂസ്. ഇത് റിസർച്ചേഴ്സ് എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ആസ് എ സപ്പോർട്ടിംഗ് എവിഡൻസ് ഫോർ എക്സ്പ്ലെയിനിങ് ദ ഹെൽത്ത് ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷന്റെ ആരോഗ്യം എത്രത്തോളം ഉണ്ട് എന്ന് വിശദീകരിക്കാനായിട്ട് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടുള്ളൊരു എവിഡൻസ് അല്ലെങ്കിൽ ഒരു തെളിവായിട്ട് ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട് റിസർച്ചേഴ്സ് ഇതിനെ യൂസ് ചെയ്യുന്നു. ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് നമ്മളൊരു പ്രത്യേകമായിട്ടുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു സവിശേഷത കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ആ പോപ്പുലേഷന്റെ ആരോഗ്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് വിശദീകരിക്കാനാണ് സഹായകമാകുന്നത്. നോർമലി റിസർച്ചേഴ്സ് വിൽ യൂസ് എ സർവേ മെത്തഡോളജി ടു കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് എ പോപ്പുലേഷൻ സാമ്പിൾ. ഒരു പോപ്പുലേഷൻ സാമ്പിൾ എടുത്താൽ അതിൽ നിന്നും ഇൻഫർമേഷൻസ് ആണെങ്കിൽ ഒരു പോപ്പുലേഷനുള്ള ആളുകളുടെ ഇൻഫർമേഷൻ കിട്ടണമെങ്കിൽ അതിന് നമ്മൾ സർവേ മെത്തഡോളജിയാണ് അല്ലെങ്കിൽ സർവേ രീതിയാണ് ഏറ്റവും കൂടുതലായിട്ട് റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്നത്. ആൻഡ് യൂസ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു ജനറലൈസ് ദ ഇൻഫർമേഷൻ ഗ്യാതർഡ് ടു ദ ടോട്ടൽ പോപ്പുലേഷൻ. എന്ത് ചെയ്യുന്നു? ഈ പോപ്പുലേഷൻ സാമ്പിളുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു ഫൈൻഡിങ്സിനെ അതിനുശേഷം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് ജനറലൈസ് ചെയ്യുന്നു. പൊതുവായിട്ട് ആ ഒരു മൊത്തം പോപ്പുലേഷനിലുള്ള എന്ന രീതിയിലേക്ക് പൊതുവായിട്ട് ജനറലൈസ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. And then use the statistical analysis to make a statement about the health of the population. അതിനുശേഷം കൃത്യമായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്ത് ആ ഒരു പോപ്പുലേഷന്റെ ആരോഗ്യം ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇതാണ് അവരുടെ കണ്ടീഷൻ എന്നൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഉണ്ടാക്കും. അപ്പൊ ആദ്യത്തെ ആ ഒരു പാരഗ്രാഫില് എന്താണ് ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് രീതികൾ പറയുന്നുണ്ട്. ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ കാൽക്കുലബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താവുന്ന കുറച്ച് സവിശേഷതകളെയാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് റിസർച്ചേഴ്സ് എന്തിനു വേണ്ടിയാണ് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്? അവർക്ക് ഒരു പോപ്പുലേഷൻ എടുക്കുമ്പോൾ ആ ഒരു പോപ്പുലേഷന്റെ ആരോഗ്യം എത്രത്തോളം ഉണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ വിശദീകരിക്കാനുള്ള ഒരു സപ്പോർട്ടീവ് എവിഡൻസ് അല്ലെങ്കിൽ തെളിവായിട്ട് അവർക്ക് ഇത് ഉപയോഗിക്കാം. അപ്പൊ കൃത്യമായിട്ടുള്ള ഫോർമുലാസും കാര്യങ്ങളും ഉപയോഗിച്ച് ആ ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് എത്രത്തോളം ഉണ്ട്, ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് മെഷർ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ അളന്നെടുക്കാനായിട്ട് ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിലൂടെ സാധിക്കുന്നുണ്ട്. അത് ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ എന്താണെന്ന് പഠിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നോർമലി റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്നത് ഈ ഒരു പോപ്പുലേഷൻ സാമ്പിളിന്റെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണമെങ്കിൽ അതിന് സർവേ മെത്തഡോളജി അല്ലെങ്കിൽ സർവേകളിലൂടെയാണ് കൂടുതലായിട്ട് സാധിക്കുക. നമ്മുടെ വീടുകളിലൊക്കെ സർവേക്ക് ആളുകൾ വരാറില്ലേ? സർവേക്ക് വരാറുണ്ടോ? വരാറുണ്ട് അല്ലെ? അപ്പൊ അതുപോലെ സർവേ മെത്തഡോളജിയിലൂടെയാണ് ഇവരെയും നമ്മുടെ ഇൻഫർമേഷൻസ് അവർ കളക്ട് ചെയ്യുന്നത്. അതിനുശേഷം അവർ സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ഈ കിട്ടിയ ഇൻഫർമേഷൻസിനെയൊക്കെ ഗ്യാദർ ചെയ്ത് ഒരു ഫൈൻഡിങ്സ് ആക്കി അത് ആ ഒരു ടോട്ടൽ പോപ്പുലേഷനെ ആണ് എന്ന് ജനറലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. സാമ്പിൾ കളക്ട് ചെയ്തു, അതിന്റെ ഇൻഫർമേഷൻ എന്ത് ചെയ്തു? സ്വീകരിച്ചു. അത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് അനാലിസിസ് നടത്തി അതിനുശേഷം കിട്ടുന്ന ആ ഒരു ഫൈൻഡിങ് ആ ഒരു ടോട്ടൽ പോപ്പുലേഷൻ മൊത്തത്തിൽ നമ്മൾ ജനറലൈസ് ചെയ്യാണ് ചെയ്യുക. യൂസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ടു മേക്ക് എ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഹെൽത്ത് ഓഫ് ദ പോപ്പുലേഷൻ. അതിനുശേഷം നമ്മൾ ആ ഒരു പോപ്പുലേഷന്റെ മൊത്തത്തിലുള്ള ആ ഒരു ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കും. ഓക്കെ ആണോ? ഫസ്റ്റ് പാരഗ്രാഫ് ക്ലിയർ ആണോ? എന്താണ് ഇത് റിപ്ലൈ ഇല്ലാത്തത്? ഓക്കെ. Then അടുത്തത് health indicators are often used by governments to guide healthcare policy or to make goals for improving population health. ഇനി health indicators ഒക്കെ നമ്മുടെ ഗവൺമെന്റ്സും ഉപയോഗിക്കാറുണ്ട്. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പരിചരണ പോളിസികൾ നയിക്കുന്നതിന് വേണ്ടിയിട്ടാവാം. or to make goals for improving ഒരു പോപ്പുലേഷൻ. അപ്പൊ നമുക്കറിയാം ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് ഒരു പോപ്പുലേഷന്റെ ആരോഗ്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ അതിനനുസരിച്ച് ആ ഒരു പോപ്പുലേഷന്റെ ഹെൽത്ത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള
ഗോൾസ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. ഒരു പോപ്പുലേഷനിൽ അവരുടെ ആരോഗ്യം അത്ര നല്ലതല്ല, അല്ലെങ്കിൽ ഇന്ന രോഗങ്ങൾ അവരെ ബാധിച്ചിരിക്കുന്നു, ഇത്ര പെർസെന്റേജ് ഓഫ് ആളുകൾക്ക് ഇനിയൊരു രോഗമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ രോഗങ്ങളിൽ നിന്നും അവരെ മുക്തരാക്കുന്നതിന് വേണ്ടിയുള്ള ലക്ഷ്യങ്ങള് ആർക്ക് അല്ലെങ്കിൽ പോളിസികളോ ഗോളുകളോ ഒക്കെ ആർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും? ഗവൺമെന്റിനെ സെറ്റ് ചെയ്യാം അല്ലെ. അതിനനുസരിച്ച് പ്രോഗ്രാമുകൾ അവർ നടപ്പിലാക്കാറുണ്ട് അല്ലെ. അപ്പൊ അതിനു വേണ്ടി ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിനെ ആരുപയോഗിക്കാറുണ്ട്? ഗവൺമെന്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് ഒരു നല്ല ഹെൽത്ത് ഇൻഡിക്കേറ്ററിന് ഇന്റർനാഷണലി അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർനാഷണൽ അന്താരാഷ്ട്രപരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്ററിന് വേണ്ട സവിശേഷതകളാണ് താഴെ പറയുന്നത്. Health indicators which will be used internationally to explain global health must have the following characteristics. അപ്പൊ നമ്മള് ആഗോളതലത്തിലെ ആരോഗ്യത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ വിശദീകരിക്കുന്നതിന് വേണ്ടി പല, അതായത് നമ്മുടെ രാജ്യത്തും ഇന്റർനാഷണൽ അന്താരാഷ്ട്ര നിലവാരത്തിന് ഇത് ഒറ്റ സെയിം ഇൻഡിക്കേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഹെൽത്ത് എന്ത് ചെയ്യാൻ പറ്റണം? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. അപ്പൊ അങ്ങനെ ഇന്റർനാഷണലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സിന്റെ സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള സവിശേഷതകളാണ് താഴെ പറയുന്ന ഓരോന്നും. ഇതും ഇൻക്ലൂഡഡ് ആയ രീതിയിൽ ചോദിക്കാറുണ്ട് കേട്ടോ. It must be explained in such a way that it can be gauged uniformly internationally. എന്ന് വെച്ചാൽ ഒരു അന്താരാഷ്ട്ര തലത്തിൽ പോലും ഒരേപോലെ നമുക്ക് അളക്കാൻ കഴിയുന്ന വിധത്തിലായിരിക്കണം ഇത് വിശദീകരിക്കേണ്ടത്. എന്ന് വെച്ചാൽ എന്താ? നമുക്കറിയാം ഇപ്പൊ ഓരോ യൂണിറ്റുകൾ, ഇപ്പൊ നമ്മുടെ ഒരു ഹൈറ്റ് വെയിറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാല് ഒരു യൂണിറ്റുകള് ഓരോ രാജ്യങ്ങൾക്കും വ്യത്യസ്തം ഉണ്ടാവും അല്ലെ, ഇല്ലേ? കോമൺ ആയിട്ട് SI യൂണിറ്റുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിൽ എത്തുമ്പോൾ യൂണിറ്റുകൾ അല്ലെങ്കിൽ അതിന്റെ അളവുകളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും, ഇല്ലേ? നമ്മുടെ രാജ്യത്തെ പോലെ തന്നെയായിരിക്കും മറ്റൊരു രാജ്യത്ത് യൂസ് ചെയ്യുന്നത്. ആണോ? മെഷർമെന്റ്സ് കാര്യങ്ങളൊക്കെ അവർ ഉപയോഗിക്കുന്ന അളവുകളിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇവിടെ പറയുന്നത് ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കതൊരു അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉപയോഗിക്കണമെങ്കിൽ അത് എല്ലായിടത്തും ഒരുപോലെ നമുക്ക് അളക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന യൂണിറ്റുകളിലൂടെ ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് നമ്മളൊരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ വന്ന് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ വരെയും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം എന്ന്. അപ്പൊ ഇവിടുത്തെ ഒരു കാൽക്കുലേഷൻ ആവരുത്, അവിടെ ചെല്ലുമ്പോൾ വ്യത്യസ്തമാവരുത്. എല്ലാ ഇടത്തെയും ഒരേപോലെ ആയിരിക്കും. ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ പോലും നമുക്ക് വളരെ യൂണിഫോം ആയിട്ട് ഒരേപോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ വിശദീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അളവ് അല്ലെങ്കിൽ ഒരു മെഷർമെന്റ് ആയിരിക്കണം ഇതിന്റെ. രണ്ടാമത്തത് പറയുന്നത് ഇറ്റ് മസ്റ്റ് ഹാവ് സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി. ഒരു നല്ല സ്റ്റാറ്റിസ്റ്റിക്കൽ സാധ്യത, നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഒക്കെ ചെയ്ത് കൃത്യമായിട്ടുള്ള മെഷർമെന്റുകളും കാര്യങ്ങളും ഒക്കെ എടുക്കാനുള്ളൊരു വാലിഡിറ്റി ഉള്ളൊരു മെഷർമെന്റ് ആയിരിക്കണം രണ്ടാമത് എന്ന് പറയുന്നത്. മൂന്നാമത്തത് the indicator must be data which can practically be collected in a reasonable amount of time. അതുപോലെ തന്നെ ഈ ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്ററിന് വേണ്ടിയുള്ള ഒരു സാമ്പിൾ സെലക്ട് ചെയ്യുന്നു, ആ സാമ്പിളുമായി ബന്ധപ്പെട്ട ഡേറ്റാസ് കളക്ട് ചെയ്യുന്നു. അതെങ്ങനെയാണ്? ഒരു റീസണബിൾ എമൗണ്ട് ഓഫ് ടൈമിൽ അല്ലെ, ഒരു വളരെ ഒരു ന്യായമായിട്ടുള്ള ഒരു സമയപരിധിക്കുള്ളിൽ നമുക്ക് ആ ഡേറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റണം. അതായത് ഒരു വർഷം അല്ലെങ്കിൽ ഒരുപാട് നാളെ നീണ്ടു നിൽക്കുന്ന രീതിയിലാവരുത് ആ ഒരു ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ ഒരു ന്യായമായ സമയപരിധിക്കുള്ളിൽ അതുമായി ബന്ധപ്പെട്ട എമൗണ്ട് ഓഫ് ടൈം കൊടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ഡേറ്റാസ് കളക്ട് ചെയ്യാനും അത് വളരെ പ്രായോഗികമായിട്ട് നമുക്ക് ആ ഒരു ഡേറ്റാസ് ഉപയോഗിക്കാനും സാധിക്കണം. നാലാമത് പറയുന്നത് the analysis of the data must result in a recommendation on which people can make changes to improve health. ഇതിന്റെ റിസൾട്ട്, അതായത് നമുക്ക് ഈ ഒരു ഡേറ്റാസ് കിട്ടി, നമ്മൾ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് അത് അനാലിസിസ് ചെയ്തു, അതിനുശേഷം കിട്ടുന്ന റിസൾട്ട് അല്ലെ, റിസൾട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? റെക്കമെൻഡേഷൻ on which people can make changes to improve health. ആ ഒരു പോപ്പുലേഷനിലെ ആളുകളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു ശുപാർശകൾ നൽകാനായിട്ട് ഇതിന്റെ റിസൾട്ടിലൂടെ നമുക്ക് കഴിയണം. അപ്പൊ 4 ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞത്. ഒന്നാമത്തത് പറഞ്ഞത് നമുക്കൊരു ഇന്റർനാഷണൽ ലെവൽ, ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ പോലും ഒരേപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവയായിരിക്കണം.
രണ്ടാമത്തത് അതിനൊരു നല്ല സ്റ്റാറ്റിസ്റ്റിക്കൽ വാലിഡിറ്റി അല്ലെങ്കിൽ സാധ്യതയുണ്ടായിരിക്കണം. മൂന്നാമത്തത് പറഞ്ഞത് ഇവിടെ ആ ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്നത് ഒരു ന്യായമായ സമയത്തിനുള്ളിലായിരിക്കണം. അങ്ങനെ നമുക്ക് പ്രാക്ടിക്കലി നമുക്കൊരു പ്രായോഗികമായിട്ട് ആ ഡേറ്റ കളക്ട് ചെയ്യാനും ന്യായമായ സമയത്ത് കളക്ട് ചെയ്യാനും അത് ഉപയോഗിക്കാനും സാധിക്കണം. നാലാമത്തതിൽ പറയുന്നത് ഈ കിട്ടിയിട്ടുള്ള ഡേറ്റ ഈ ഹെൽത്ത് ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ കൃത്യമായിട്ട് അനാലിസിസ് ചെയ്യുന്നു. അതിനുശേഷം കിട്ടിയ റിസൾട്ട് ആ ഒരു പോപ്പുലേഷന്റെ അവിടെയുള്ള ആളുകളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു ശുപാർശയിൽ കലാശിക്കണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റെക്കമെൻഡേഷനോട് കൂടിയുള്ള ഒരു റിസൾട്ട് ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഈ നാലെണ്ണവും ഒരു നല്ല ഇന്റർനാഷണലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽത്ത് ഇൻഡിക്കേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ സവിശേഷതകളാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ. The indicators used to measure the health status. ഒരു ഹെൽത്ത് സ്റ്റാറ്റസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ കുറെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ആ ഇൻഡിക്കേറ്റേഴ്സ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഡിസീസ് സ്പെസിഫിക് മോർട്ടാലിറ്റി, ഒരു രോഗവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക രോഗവുമായി ബന്ധപ്പെട്ട മരണനിരക്ക്, അതുപോലെ തന്നെ മോർബിഡിറ്റി അല്ലെ രോഗാവസ്ഥ, അതുപോലെ തന്നെ മോർബിഡിറ്റി ആൻഡ് ഡിസബിലിറ്റി വൈകല്യങ്ങള്, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളെയും കുറിച്ചുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ ഡിറ്റർമിനൻസ് ഓഫ് ഹെൽത്ത്, ആരോഗ്യപരമായിട്ടുള്ള ആരോഗ്യം എത്രത്തോളം ഉണ്ട് നിർണ്ണയിക്കുന്നതിന് വേണ്ടിയുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ബയോളജിക്കൽ റിസ്ക് ഫാക്ടേഴ്സ്, ഹെൽത്ത് ബിഹേവിയേഴ്സ്, അതുപോലെ ഹെൽത്ത് സിസ്റ്റംസുമായി ബന്ധപ്പെട്ട സർജിക്കൽ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. മെഡിക്കേഷൻ യൂസുമായി ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. യൂസ് ഓഫ് ഹെൽത്ത് സർവീസസ് അല്ലെ, ആരോഗ്യ സേവനങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചൊക്കെ നിങ്ങളെ മെഡിക്കേഷന്റെ യൂസുമായി ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പഠിച്ചില്ലേ? ക്വാളിറ്റി മാനേജ്മെന്റില് പഠിച്ചില്ലേ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സില് മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പഠിച്ചില്ലേ? എന്താണ് മറന്നുപോയോ? പഠിച്ചില്ലേ? അപ്പൊ അതുപോലെ വ്യത്യസ്ത തരമായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ സൂചകങ്ങളുണ്ട്. ഇതിൽ നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ളത് മാത്രമാണ് നോക്കുന്നത് കേട്ടോ. അപ്പൊ ഡിസീസ് സ്പെസിഫിക് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മറ്റുള്ളവരും ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ടൈപ്പ് ഉണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പൊ അതില് ഫസ്റ്റ് വണ്ണാണ് ഡെത്ത് റേറ്റ്. അപ്പൊ അടുത്ത അവറും മിസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തോ. നമുക്കൊരു ഇപ്പൊ 30 ആയില്ലേ, 35 ആവുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആരും ലീവ് ചെയ്ത് പോകരുത്. വളരെ സ്ട്രെങ്ത് വളരെ കുറവാണല്ലോ ഇന്ന്. ഇപ്പൊ കുറവാണോ പൊതുവെ? ഇത്രയും കുട്ടികൾ ഉണ്ടാവാറുള്ളോ? ഇത്രയും ആളുകൾ ഉണ്ടാവാറുള്ളോ? ഓക്കെ, അപ്പൊ 35 ആവുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ.
ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. റെഡിയല്ലേ? ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ അതിൽ ഫസ്റ്റ് ഇൻഡിക്കേറ്റർ ആണ് പഠിക്കുന്നത് ഡെത്ത് റേറ്റ് കേട്ടോ. ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാല് കേട്ടിട്ടുണ്ടാവും അല്ലെ, മരണനിരക്ക് അല്ലെ. അതിലെ ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാല് മരണനിരക്ക് അല്ലെ. അപ്പൊ അതിന്റെ മീനിങ് ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. മോർട്ടാലിറ്റി റേറ്റ് ഓഫ് ഡെത്ത് റേറ്റ്. അത് അണ്ടർലൈൻ ചെയ്തിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഡെത്ത് റേറ്റിന്റെ മറ്റൊരു പേര് എന്ത് എന്ന് ചോദിക്കാറുണ്ട്. മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഇറ്റ്സ് എ സ്കെയിൽ ഓഫ് ദ നമ്പർ ഓഫ് ഡെത്ത് in a particular population, that is in general or owing to a specific cause. In a particular population, measured to the size of that population per unit of time. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഫസ്റ്റ് സെന്റൻസ് മൊത്തത്തിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ, ശ്രദ്ധിക്കാറുണ്ട്. മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇസ് എ സ്കെയിൽ ഓഫ് ദ നമ്പർ ഓഫ് ഡെത്ത് ഇൻ എ പർട്ടിക്കുലർ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനെ എടുത്താൽ ആ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനിൽ മെഷർ ടു ദ സൈസ് ഓഫ് ദ പോപ്പുലേഷൻ, ആ ഒരു പോപ്പുലേഷന്റെ സൈസിനനുസരിച്ച് പെർ യൂണിറ്റ് ഓഫ് ടൈം ഒരു നിശ്ചിത സമയപരിധി ഉണ്ടാവും. ആ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനില് എത്രത്തോളം മരണം സംഭവിച്ചു എന്നതിന്റെ ഒരു മെഷർമെന്റ് അല്ലെങ്കിൽ ഒരു അളവാണ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പൊതുവായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളാവാം, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും കാരണം മൂലമാവാം മരണം സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷന്റെ പൊതുവായിട്ടുള്ള കാരണം മൂലമാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള മറ്റു കാരണം മൂലമോ സംഭവിച്ചിട്ടുള്ള ഒരു മരണങ്ങളുടെ എണ്ണം, ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആണ് അല്ലെ. അത് ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഉണ്ട്, ആ ഒരു യൂണിറ്റ് ഓഫ് ടൈം, ആ ഒരു നിശ്ചിത സമയം പരിധിക്കുള്ളിൽ ആ ഒരു പോപ്പുലേഷനിലെ നമ്പർ ഓഫ് ഡെത്ത് എത്രത്തോളം മരണം സംഭവിച്ചു അതിന്റെ അളവാണ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. പേരാണോ മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്താണെന്ന് മനസ്സിലായോ? മനസ്സിലായോ? എന്താണ് ഒരു റിപ്ലൈ ഇല്ലാതിരിക്കുന്നേ? ഒന്നുകൂടെ പറയണം. മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് അത് അറിയും. അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് മരണനിരക്ക് അല്ലെ, ഡെത്ത് മരണവുമായി ബന്ധപ്പെട്ട ഒരു കാൽക്കുലേഷൻ ആണ് എന്നൊന്ന് മനസ്സിലേക്ക് വരുന്നത്. ഇവിടെ ഒരു പോപ്പുലേഷനെ എടുത്താണ്, ഏതെങ്കിലും ഒരു പോപ്പുലേഷൻ ആയിക്കോട്ടെ, ഒരു പോപ്പുലേഷനെ എടുക്കുന്നു, അവിടെ ഒരു പർട്ടിക്കുലർ സമയം ഫിക്സ് ചെയ്യുന്നു. ഒരു സമയം, ഒരു മാസം അല്ലെങ്കിൽ ഒരു 3 മാസം അല്ലെങ്കിൽ ഒരു വർഷം, അങ്ങനെ ഏതെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള ഒരു സമയപരിധി എടുക്കും. ആ ഒരു സമയപരിധിക്കുള്ളില് ആ പോപ്പുലേഷനില് എത്രത്തോളം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നമ്പർ ഓഫ് ഡെത്ത് എത്രത്തോളം ഉണ്ടായി, അതിന്റെ അളവാണ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഇപ്പോ? മനസ്സിലായോ? ഓക്കെ. ഇനി the term mortality indicates the total death that happen especially on a large scale such as in a population or geographical area. മോർട്ടാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ആ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയ, ആ ഒരു പർട്ടിക്കുലർ ഭൂമിശാസ്ത്രപരമായ ഒരു ഏരിയയിലെ ലാർജ് സ്കെയിലുള്ള മരണങ്ങൾ കണക്കാക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നമ്മൾ അറിഞ്ഞിരുന്നു ജിയോഗ്രഫിക്കൽ ഏരിയ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ. ഇപ്പൊ ഒരു വയനാട് ദുരന്തം നമ്മൾ ഈ അടുത്ത് കഴിഞ്ഞ ഒരു സംഭവമാണ് അല്ലെ. ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഏരിയയില് ഒരു വലിയ രീതിയിലുള്ള ഒരു ലാർജ് സ്കെയിലുള്ള ഒരു മരണങ്ങൾ നടന്നിട്ടുണ്ട് അല്ലെ, നടന്നായിരുന്നോ? അപ്പൊ അങ്ങനെ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ എടുക്കാം, അല്ലെങ്കിൽ ആ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ, ആ ഒരു ഏരിയയില് ഒരു ലാർജ് സ്കെയില് എത്രത്തോളം ടോട്ടൽ ഡെത്ത് അല്ലെങ്കിൽ മൊത്തം മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അതിനെ സൂചിപ്പിക്കുന്ന ഒരു ടേമാണ് മോർട്ടാലിറ്റി. It's normally represented in the form of mortality rate. സാധാരണയായിട്ട് നമ്മൾ ഡെത്ത് റേറ്റ് എന്നല്ല ഒരിക്കലും പറയാറ്, എപ്പോഴും കോമൺ
പകരമായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ടേം, അതിന് പകരമായിട്ട് മോർട്ടാലിറ്റി റേറ്റ് എന്ന് തന്നെയാണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴും മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ള രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അത് ഈ ഡെത്ത് റേറ്റ് തന്നെയാണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. അല്ലെങ്കിൽ ചോദിക്കാറുണ്ട് മോർട്ടാലിറ്റി അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏതാണ് എന്നും ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. Then, as per the mortality rate definition, ഒരു mortality rateന്റെ definition പ്രകാരം അല്ലെങ്കിൽ ഒരു നിർവചന പ്രകാരം an index of the number of the death each year, അതായത് on a specified time interval in a specified population is called the mortality rate. ഒന്ന് അണ്ടർലൈൻ ചെയ്തിരിച്ച ആ ഒരു സെന്റൻസ്, the mortality rate definition, an index of the number of death each year, അതായത് ഓരോ വർഷം നടക്കുന്ന മരണമാവാം, അല്ലെങ്കിൽ സ്പെസിഫിക് ടൈം ഇന്റർവെൽ, ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു നിശ്ചയിച്ചിട്ടുള്ള ഒരു ടൈം ഇന്റർവെൽ കൊടുക്കും. അതിപ്പോ 1 മാസമാവാം, 2 മാസമാവാം, 3 മാസമാവാം, അങ്ങനെ ഒരു സ്പെസിഫിക് ടൈം ഇന്റർവെൽ, അല്ലെങ്കിൽ ഒരു വർഷത്തില് എത്രത്തോളം നമ്പർ ഓഫ് ഡെത്തുകൾ സംഭവിച്ചു in a specified population, ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനില്, അതാണ് നമ്മൾ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇതന്നെ നമ്മൾ നേരത്തെയും പറഞ്ഞത് അല്ലെ. ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പോപ്പുലേഷനില് ഒരു പ്രത്യേക കാലഘട്ടം അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിനുള്ളില് എത്രത്തോളം ഡെത്ത് സംഭവിക്കുന്നു, അതാണ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത്. So, okay, it is normally expressed in a population unit like death per 1,000 people for a record period or a specified time frame. So, ഇവിടെ like death per, അതായത് ഇവിടെ നമ്മുടെ ഈ ഒരു പോപ്പുലേഷൻ യൂണിറ്റുകളായിട്ടാണ് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്. അതായത് 1000 പേരിൽ ആ ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ 1000 പേരിൽ എത്ര പേര് മരണപ്പെട്ടു എന്ന രീതിയിലുള്ള ഒരു പോപ്പുലേഷൻ യൂണിറ്റുകളായിട്ടാണ് നമ്മളിവിടെ കാൽക്കുലേഷൻസ് നടത്താറ്. മൊത്തത്തില് ആ ഒരു എന്താണ് ഒരു ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാല്, ഡെത്ത് റേറ്റിനെ നമ്മൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മോർട്ടാലിറ്റി റേറ്റ്. അപ്പൊ ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സ്പെസിഫിക് പോപ്പുലേഷൻ എടുക്കുന്നു, ആ ഒരു സ്പെസിഫിക് പോപ്പുലേഷന് ഒരു സ്പെസിഫിക് ടൈം ഇന്റർവെൽ, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സമയപരിധി ഉണ്ടാവും. ആ ഒരു സമയപരിധിക്കുള്ളിൽ എത്രത്തോളം നമ്പർ ഓഫ് ഡെത്തുകളാണോ സംഭവിക്കുന്നത്, അതിനെയാണ് നമ്മൾ മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ഡെത്ത് റേറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. അതിപ്പോ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷൻ ആവാം, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ജോഗ്രഫിക്കൽ ഏരിയയിലാവാം, ഒരു ലാർജ് സ്കെയിലിൽ നടന്നിട്ടുള്ള മൊത്തത്തിലുള്ള ടോട്ടൽ ഡെത്തുകളെ നമ്മൾ അതിനുള്ളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കോമൺ ആയിട്ട് നമ്മൾ അറിയപ്പെടുന്ന പേര് ഡെത്ത് റേറ്റ് എന്നല്ല, മോർട്ടാലിറ്റി റേറ്റ് എന്നാണ് എപ്പോഴും കോമൺ ആയിട്ട് ഇതിനെ സൂചിപ്പിക്കുന്ന ഒരു ടേം എന്ന് പറയുന്നത്. ഇതിന്റെ ഡെഫിനിഷനിൽ പറയുന്നതും ഇത് തന്നെയാണ്. ഒരു സ്പെസിഫിക് പോപ്പുലേഷനിൽ ഒന്നില്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെട്ടതാകാം, അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് ഒരു ടൈം ഇന്റർവെൽ, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സമയ ഇടവേളയിനുള്ളിൽ നടന്നിട്ടുള്ള ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് എത്രയാണോ അതിനെയാണ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പോപ്പുലേഷൻ യൂണിറ്റുകളായിട്ടാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് 1000 പോപ്പുലേഷൻ അല്ലെങ്കിൽ പോപ്പുലേഷനുള്ള 1000 ആളുകളിൽ എത്ര പേര് മരണപ്പെട്ടു എന്ന രീതിയിലാണ് ഇവിടെ കാൽക്കുലേഷൻസ് നടത്തുക. ക്ലിയർ ആണോ മീനിങ്? ഓക്കെ. ഇനി നമ്മള് ഡെത്ത് റേറ്റ് ആൻഡ് ഇറ്റ്സ് മെഷർമെന്റ്സ് ആണ് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് കാൽക്കുലേഷൻസിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ഒന്നും കാൽക്കുലേഷൻസ് ചോദിക്കില്ല കേട്ടോ. ജസ്റ്റ് ആ ഒരു ഫോർമുല മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഒരു മോർട്ടാലിറ്റി റേറ്റിന്റെ ഫോർമുല എന്താണ്, ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റിന്റെ ഫോർമുല എന്താണ്, ഫോർമുല മാത്രം പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ആ ഫോർമുലയിൽ പല പല മാറ്റങ്ങൾ, ചിലപ്പോൾ ഡിനോമിനേറ്റർ മുകളിലായിരിക്കും, ന്യൂമറേറ്റർ താഴെയായിരിക്കും. ഇപ്പൊ ഇൻറ്റു ഉണ്ടാവും, ഇൻറ്റു അല്ലെങ്കിൽ 1000 ആണെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ 5000 ആയിട്ടായിരിക്കും കിടക്കുന്നത്. അങ്ങനെ ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഓപ്ഷനില്, അല്ലാതെ കാൽക്കുലേഷൻസ് ഒന്നും ചോദിക്കാറില്ല കേട്ടോ. ഇവിടെ കാൽക്കുലേറ്റിംഗ് എ മോർട്ടാലിറ്റി റേറ്റ്, ഒരു മോർട്ടാലിറ്റി റേറ്റ് നമുക്ക് പൊതുവായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫോർമുലയാണ് ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഫോർമുല. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് ചെയ്ത് വെക്കണേ. മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഫോർമുലയാണ് നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡഡ് ബൈ total population into 1000 divided by 365. ആ ഒരു ഫോർമുല അങ്ങനെ തന്നെ വർക്കൗട്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പൊ നമ്പർ ഓഫ് ഡെത്ത്, എത്രത്തോളം മരണം സംഭവിച്ചു, ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ, ആ മൊത്തത്തിലുള്ള പോപ്പുലേഷനിൽ എത്ര മരണമാണ് സംഭവിച്ചിരിക്കുന്നത് അത് ന്യൂമറേറ്ററിൽ വരുന്നു, ഇൻറ്റു 1000 ഹോൾ ഡിവൈഡഡ് ബൈ 365. ഇതാണ് മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള കോമൺ ആയിട്ടുള്ള ഫോർമുല.
Number of deaths divided by total population into 1000 whole divided by 365. And ആ ഒരു ഫോർമുല അങ്ങനെ തന്നെ ബൈഹാർട്ടായിട്ട് പഠിച്ചു വെച്ചേക്കണേ. അതിൽ ചെറിയ മാറ്റങ്ങൾ വന്നാൽ പോലും ഓപ്ഷൻസിൽ ചെറിയ ചെറിയ മാറ്റങ്ങളെ ഉണ്ടാവുള്ളൂ, പക്ഷെ തെറ്റാൻ സാധ്യത കൂടുതലാണ്. അടുത്തത് ഒരു ഹോസ്പിറ്റലിൽ നമ്മുടെ ഈ ഒരു മോർട്ടാലിറ്റി റേറ്റ് കാണുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. അതായത് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് കാണാറുണ്ട്, നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് കാണുന്നുണ്ട്, ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് കാണുന്നുണ്ട്. അപ്പൊ ഇതിന് മൂന്നിനും ചെറിയ രീതിയിലുള്ള ഈ ഫോർമുലയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ. അതില് ഫസ്റ്റ് വൺ ആണ് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്. ഇതിന്റെയും ആ ഒരു ഫോർമുല മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ, വേറെ ഒന്നും പഠിക്കണം, ആ ഫോർമുല മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ്. ഒരു പർട്ടിക്കുലർ പീരീഡ് കൊടുക്കും, ആ ഒരു പീരീഡിനുള്ളിൽ ആ ഹോസ്പിറ്റലിൽ എത്രത്തോളം നമ്പർ ഓഫ് ഡെത്തുകൾ സംഭവിച്ചിട്ടുണ്ടോ അതാണ് നമ്മൾ ന്യൂമറേറ്ററിൽ എഴുതുക. പറയുന്നത് മനസ്സിലാക്കണം, എടുക്കണം കേട്ടോ. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നമ്മൾ കൊടുക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ് ഇൻടു 100. ഈ ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റും നെറ്റ് മോർട്ടാലിറ്റി റേറ്റും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഒരുമിച്ച് സാമ്യമായിട്ട് പഠിക്കാം, സിമിലർ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അത് അടുത്തത് കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഗ്രോസ് മോർട്ടാലിറ്റി റേഷ്യോ അല്ലെങ്കിൽ റേറ്റ് എന്ന് പറഞ്ഞാല് ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻഡ് ഇൻ എ ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ്. ഒരു നിശ്ചിത സമയപരിധി അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ആ ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള മൊത്തം മരണങ്ങളുടെ എണ്ണം, അതാണ് ന്യൂമറേറ്ററിൽ കൊടുക്കുക. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. ആ ഒരു കാലഘട്ടത്തിൽ ആ ഹോസ്പിറ്റൽ സെയിം പീരീഡ് തന്നെയാണ് കേട്ടോ, വേറെ പീരീഡ് അല്ല. അവിടെ മുകളിൽ നമ്മൾ ഏത് പീരീഡിന്റെ മൊത്തം ഡെത്ത് ആണോ എടുത്തിരിക്കുന്നത് അതേ സെയിം പീരീഡിൽ ഉണ്ടായിട്ടുള്ള ഡെത്ത് ആൻഡ് ഡിസ്ചാർജ് ഉള്ള ഹോസ്പിറ്റലിൽ നിന്നും. ഡെത്ത് എന്ന് പറയുമ്പോഴും ശരിക്കും ഡിസ്ചാർജ് തന്നെയാണ് അല്ലെ, മരണം സംഭവിച്ചാൽ നമ്മൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ആ ഒരു സമയപരിധിക്കുള്ളിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡെത്ത് ആൻഡ് ഡിസ്ചാർജുകളായിട്ടുള്ള എത്രത്തോളം നമ്പറുകളുണ്ട് അതിന്റെ എണ്ണം ഇൻടു 100 ആണ് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഫോർമുല. അതില് കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഓൾ ദ ഡെത്ത്, അതായത് ദാറ്റ് ഇൻക്ലൂഡ് ഡെത്ത് ഇൻ എമർജൻസി ആൻഡ് ICU മസ്റ്റ് ബി കൗണ്ടഡ്. ഇപ്പൊ ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് ആണ് നമ്മൾ കാണുന്നതെങ്കിൽ അവിടെ എല്ലാ ഡെത്തും, എല്ലാ മരണം, ഇപ്പൊ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ മരണപ്പെട്ടതാവാം, ICUവിൽ മരണപ്പെട്ടതാവാം, അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡഡ് ആക്കുന്നുണ്ട്. എല്ലാ മരണങ്ങളും എന്ന് പറയുമ്പോൾ എല്ലാ ഏരിയയിലുള്ള മരണങ്ങളും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. Then in denominator, all type of discharges must be taken into account. ഇത് ഇപ്പൊ സാധാരണയുള്ള ഡിസ്ചാർജ് ആവാം, അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ചുള്ള ഡിസ്ചാർജ് ആവാം, അങ്ങനെയുള്ള എല്ലാ തരത്തിലുമുള്ള ഡിസ്ചാർജുകളും നമ്മൾ ഡിനോമിനേറ്ററിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും മാത്രമാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ അതിൽ നിങ്ങൾക്ക് അതൊന്നും ചോദിക്കില്ല, ജസ്റ്റ് ആ ഒരു ഫോർമുല മാത്രമേ ചോദിക്കുള്ളൂ കേട്ടോ. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റിന്റെ ഫോർമുല ഇതാണ്, നെറ്റ് മോർട്ടാലിറ്റി റേറ്റിന്റെ ഫോർമുല ഇതാണ്, അല്ലെങ്കിൽ ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റിന്റെ ഫോർമുല ഇതാണ്. അങ്ങനെയാണ് ചോദിക്കുക കേട്ടോ. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റിന്റെ ഫോർമുല ഇതാ, ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻ ഇൻ എ ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ് അല്ലെ. ഒരു ഹോസ്പിറ്റലില് ഒരു പർട്ടിക്കുലർ പീരീഡില് എത്രത്തോളം മരണം സംഭവിച്ചു അതിന്റെ ആ ഒരു ടോട്ടൽ നമ്പർ ആണ് ന്യൂമറേറ്ററിൽ കൊടുക്കുക. ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. അതേ സെയിം പീരീഡിൽ തന്നെ അവിടെ നടന്നിട്ടുള്ള ഡെത്ത് ആൻഡ് ഡിസ്ചാർജുകളുടെ ആകെ എണ്ണം ഇൻടു 100 ആണ് മനസ്സിലാക്കുക. ക്ലിയർ ആണോ? ഫസ്റ്റ് ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അടുത്തത് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. ക്ലിയർ ആണോ? രണ്ടാമത്തത് നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്. നെറ്റ് മോർട്ടാലിറ്റി റേറ്റില് ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. Total number of deaths that occurred after 48 hours of admission of a patient. അതായത് ഒരു പേഷ്യന്റ് അവിടെ അഡ്മിഷൻ എടുത്ത് 48 മണിക്കൂർ അല്ലെ, അഡ്മിഷൻ എടുത്തതിന് ശേഷമുള്ള 48 മണിക്കൂറിനുള്ളിൽ നടക്കുന്ന മരണങ്ങളുടെ ആകെ എണ്ണം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ നിങ്ങൾ നോക്കി ഒരുപോലെയല്ലേ ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റിന്റെയും നെറ്റ് മോർട്ടാലിറ്റി റേറ്റിനെയും കിടക്കുന്നത് ഒരുപോലെയല്ലേ. അപ്പൊ അങ്ങനെ ഒന്ന് എളുപ്പത്തിൽ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കാം കേട്ടോ. രണ്ടിന്റെയും ഡിനോമിനേറ്റർ ഒന്ന് തന്നെയാണ്. നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ്
ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. ആ ഒരു കാലഘട്ടം, ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ന്യൂമറേറ്ററിൽ ഏത് പീരീഡ് ആണോ എടുക്കുന്നത് അതേ പീരീഡ് തന്നെ നമ്മുടെ ഡിനോമിനേറ്ററിൽ എടുക്കുന്നു. ആ ഒരു സമയത്തെ മൊത്തം ഡെത്ത് ആൻഡ് ഡിസ്ചാർജുകളുടെ ആകെ എണ്ണം, അതിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം 48 മണിക്കൂർ അല്ലെ, അഡ്മിഷന് ശേഷമുള്ള 48 മണിക്കൂറിനുള്ളിൽ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എത്ര നമ്പർ ഓഫ് ഡെത്ത് ആണ് ഉണ്ടായിരിക്കുന്നത്, അതിന്റെ ടോട്ടൽ എമൗണ്ട് അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ആണ് നമ്മൾ ന്യൂമറേറ്ററിൽ കൊടുക്കുക ഇൻറ്റു 100. അവിടെ ആ ഒരു ന്യൂമറേറ്റർ മാത്രമേ മാറുന്നുള്ളൂ, ഡിനോമിനേറ്ററും ഇൻറ്റു 100ഉം സെയിം തന്നെയാണ് കേട്ടോ. അപ്പൊ ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് ആണെങ്കിലും നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആണെങ്കിലും നിങ്ങൾ രണ്ടിലും ആ ഒരു ഡിനോമിനേറ്ററും ഇൻറ്റു 100ഉം സെയിം തന്നെയാണ്. ന്യൂമറേറ്ററിൽ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത്. 48 hours ആണ് കാണിച്ചിരിക്കുന്നതെങ്കിൽ അത് നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ് കേട്ടോ. അത് സ്പെസിഫിക് ആയിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കണേ. അതിനെ നോട്ട് ചെയ്യാൻ പറയുന്നത് occurring within 48 hours of discharge must also be reckoned in numerator. അതായത് ഇപ്പോ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷമുള്ള ഒരു ആദ്യത്തെ 48 മണിക്കൂറിനുള്ളിൽ ഒരു പേഷ്യന്റ് മരണപ്പെടുകയാണെങ്കിലും അതും കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താറുണ്ട്. occurring within 48 hours of discharge. അപ്പൊ ഡിസ്ചാർജ് ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നു, അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു, അവർ ചിലപ്പോൾ ഒരു ഡിസ്ചാർജ് ആയിപ്പോയി, ആദ്യത്തെ 48 മണിക്കൂറിനുള്ളിൽ അവർക്ക് മരണം സംഭവിക്കുകയാണെങ്കിലും അതും നമ്മൾ ഈ ഒരു ഡെത്തിനുള്ളിൽ ഉൾപ്പെടുത്താറുണ്ട്. അതും എന്താണ് റെക്കൻഡ് ഇൻ ന്യൂമറേറ്റർ, അതും കൂടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഇതിലേക്ക് ഉൾപ്പെടുത്താറുണ്ട്. അപ്പോ രണ്ടെണ്ണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റും അതുപോലെ നെറ്റ് മോർട്ടാലിറ്റി റേറ്റും. ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ് ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ പീരീഡില് അവിടെ എത്രത്തോളം അല്ലെ, ആ ഒരു പീരീഡില് ആ ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള ആകെ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് മരിച്ചതുമായി ബന്ധപ്പെട്ട് അതെല്ലാം വരും കേട്ടോ. സാധാരണയുള്ള ഡിസ്ചാർജുകളും വരും, അഡ്മിറ്റ് ആയിട്ട് നമ്മുടെ ഓൾറെഡി മരണപ്പെട്ട ആളുകളുടെ ഡിസ്ചാർജ് അതെല്ലാം ഉൾപ്പെടും കേട്ടോ. മൊത്തത്തിലുള്ള എണ്ണമാണ്. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഹാപ്പൻഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഇൻ എ പീരീഡ്. ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക പീരീഡിനുള്ളിൽ ആ ഹോസ്പിറ്റലിൽ എത്രത്തോളം മരണങ്ങൾ, ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് എത്രത്തോളം നടന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ്. ആ ഒരു സമയത്ത് നടന്നിട്ടുള്ള ഡെത്ത് ആൻഡ് ഡിസ്ചാർജുകളുടെ ആകെ എണ്ണം ഇൻറ്റു 100. നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് വരുമ്പോൾ അവിടെ 48 hours ഓഫ് അഡ്മിഷൻ ഉണ്ട്. ഒരു പേഷ്യന്റ് അഡ്മിഷൻ എടുത്ത് 48 മണിക്കൂർ അല്ലെ, അഡ്മിഷൻ ശേഷമുള്ള 48 മണിക്കൂറിനുള്ളിൽ എത്രത്തോളം മരണങ്ങൾ സംഭവിക്കുന്നുണ്ടോ അതാണ് നമ്മൾ ന്യൂമറേറ്ററിൽ കൊടുക്കുക, ഡിവൈഡഡ് ബൈ സെയിം തന്നെ ദ നമ്പർ ഓഫ് ഡെത്ത് ആൻഡ് ഡിസ്ചാർജസ് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് ഇൻറ്റു 100. ക്ലിയർ ആണോ രണ്ടെണ്ണം? ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, ഡെത്ത് ആൻഡ് ഡിസ്ചാർജ്. ഡെത്ത് ഡിസ്ചാർജ് എന്ന് ഒരുമിച്ച് നമ്മൾ പറയാറുണ്ട്, ഈ ഫോർമേറ്റിലൊക്കെ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഡെത്ത് ആൻഡ് ഡിസ്ചാർജ് എന്നാണ് ശരിക്കും നമ്മൾ യൂസ് ചെയ്യാറ് കേട്ടോ. മുകളില് ഡെത്ത് ആൻഡ് ഡിസ്ചാർജ് എന്ന് കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ, ആൻഡ് കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ക്ലിയർ ആണോ? രണ്ടെണ്ണം, രണ്ട് ഫോർമുലാസ് ഓക്കെ ആണോ? എങ്കിൽ കണ്ടാൻ പറയാം. ഓക്കെ ആണോ? ഓക്കെ. രണ്ടാണ് ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്. ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റിൽ പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യൻസ് ഇൻ എ പീരീഡ് എന്നാണ് കേട്ടോ. ഇൻ എ പീരീഡ് ആണ്. അവിടെ നിങ്ങളുടെ കയ്യിൽ കറക്റ്റ് ആയിട്ടാണോ എടുക്കുന്നത്? ഇൻ എ പീരീഡ് ഡിവൈഡഡ് ബൈ ഉണ്ടോ? അവിടെ ഡിവൈഡഡ് ബൈ ഒക്കെ ഉണ്ടല്ലോ അല്ലെ? ഓക്കെ, ഇല്ല എങ്കിലൊന്നും കറക്റ്റ് ചെയ്തേക്കണേ. ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റിൽ പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യൻസ് ഇൻ എ പീരീഡ്. ഒരു പർട്ടിക്കുലർ പീരീഡില് ICU പേഷ്യൻസില് എത്ര പേര് മൊത്തം മരണപ്പെട്ടിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ് ഫ്രം ICU ഇൻ ദാറ്റ് പീരീഡ്. ആ ഒരു പീരീഡില് ICUയിൽ നിന്നും എത്ര ആളുകളെയാണ്, പേഷ്യൻസിനെയാണോ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത്, അതിൽ ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ എത്ര പേഷ്യൻസ് ടോട്ടൽ നമ്പർ ഓഫ് ഡെത്തുകൾ സംഭവിച്ചിട്ടുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് സംഭവിച്ചിട്ടുണ്ട് ഇൻറ്റു 100. ടോട്ടൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ ICU പേഷ്യൻസ് ഇൻ എ പീരീഡ്. ഒരു പർട്ടിക്കുലർ പീരീഡ് എടുക്കുന്നു, ആ പീരീഡിനുള്ളിൽ എത്രത്തോളം ICUയിലുള്ള എത്ര പേഷ്യൻസ് ആണോ മൊത്തത്തിൽ അവരുടെ ICUയിൽ എത്ര മരണം സംഭവിച്ചിട്ടുണ്ട്, എത്ര
പേഷ്യൻസ് മരണപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ടോട്ടൽ നമ്പർ നമ്മൾ ന്യൂമറേറ്ററിൽ കൊടുക്കും. ഡിനോമിനേറ്ററിൽ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഡിസ്ചാർജ് ഫ്രം ICU ഇൻ ദാറ്റ് പീരീഡ്. ആ ഒരു പീരീഡിൽ ICU നിന്നും എത്ര പേഷ്യൻസ് ആണോ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നത് അവരുടെ ടോട്ടൽ നമ്പർ ആണ് ഡിനോമിനേറ്ററിൽ കൊടുക്കുക. ഇൻറ്റു 100 ആണ് ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. On similar lines, condition specific or specialty specific death rate are also be calculated like maternity mortality rate etc. ഇതേ രീതിയിൽ തന്നെ നമുക്ക് മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് അല്ലെ, പ്രസവ സംബന്ധമായിട്ടുള്ള മരണനിരക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഓരോ ഫോർമുല യൂസ് ചെയ്തിട്ട് കാണാനായിട്ട് പറ്റും. 3 ഫോർമുലാസ് ആണ് പഠിച്ചത്. ഏതാണ്? ഗ്രോസ് മോർട്ടാലിറ്റി റേറ്റ്, നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ICU സ്പെസിഫിക് മോർട്ടാലിറ്റി റേറ്റ്. വേഗം ഒന്ന് നോക്കി. ആ 3 ഫോർമുലാസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 3 ഫോർമുലാസും ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പെർസെന്റേജ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ റേറ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആ 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലാസ് ഈ 3 എണ്ണവും വേണം. അതുപോലെ ആ മോർട്ടാലിറ്റി റേറ്റിന്റെ ഫോർമുലയാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് കേട്ടോ. 4 ഫോർമുലാസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച് കണ്ടിരിക്കുന്ന ഭാഗമാണ്. ഓക്കെ, ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം. നെക്സ്റ്റ് വൺ ആണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. എന്താണ് ഒരു ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താണ്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കേട്ടിട്ടുണ്ടോ? ശിശുമരണ നിരക്ക് എന്ന് പറയും അല്ലെ, നമ്മള് ശിശുമരണ നിരക്ക് എന്ന് പറയും അല്ലെ. അപ്പൊ infant mortality rate is the number of resident newborns in a prescribed geographical area dying under 1 year of age divided by the number of resident live births for the same geographical area. ആ ഒരു ഫോർമുല അതങ്ങനെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ആ ഫോർമുല എന്താണത് അങ്ങനെ തന്നെ നമുക്ക് വിശദീകരിച്ച് തന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ആദ്യം നോക്കിയേ, ഒരു ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ശിശുമരണ നിരക്കാണ്. അതായത് ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയ അല്ലെ, നമ്മുടെ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ സ്റ്റേറ്റിലെ ഒരു പർട്ടിക്കുലർ ഏരിയ, ആ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയില് ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ജിയോഗ്രഫിക്കൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഏരിയയില് എത്രത്തോളം റെസിഡന്റ് ന്യൂ ബോൺസ് അല്ലെ, എത്രത്തോളം പുതുതായിട്ട് ജനിച്ച നവജാത ശിശുക്കൾ എത്രത്തോളം ഉണ്ട്, അതിൽ ഡൈയിങ് അണ്ടർ 1 year of age ഒരു വർഷത്തിനുള്ളിൽ എത്ര കുട്ടികളാണ് മരണപ്പെടുന്നത്, അവരുടെ ആകെ എണ്ണമാണ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ കാണുന്നത്. അപ്പോ ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് റെസിഡന്റ്, ആ ഒരു ഫോർമുല അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നതാണ്. ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് റെസിഡന്റ് ലൈവ് ബർത്ത് ഫോർ ദ സെയിം ജിയോഗ്രഫിക്കൽ ഏരിയ, അതായത് മൾട്ടിപ്ലൈഡ് ബൈ 1000 എന്ന് വെച്ചാല് ഇവിടെ നമുക്കറിയാം ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ ഒരുപാട് കുട്ടികൾ ജനിക്കുന്നുണ്ട് അല്ലെ, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഒരുപാട് കുട്ടികൾ ജനിക്കുന്നുണ്ട് അല്ലെ, നവജാത ശിശുക്കൾ ജനിക്കുന്നുണ്ട്. അതിൽ എല്ലാ കുട്ടികളും മരണപ്പെടുന്നില്ല അല്ലെ, വളരെ കുറച്ച് ഉള്ള കുട്ടികൾ മാത്രമേ മരണപ്പെടുന്നുണ്ടാവുള്ളൂ ഒരു വർഷത്തിനുള്ളില്. അപ്പൊ ആ ഒരു വർഷത്തിനുള്ളില് അവിടെ ജനിച്ചിട്ടുള്ള ആകെ കുട്ടികൾ എത്ര എണ്ണമാണ്, അതിലെത്ര പേര് മരണപ്പെട്ടു എന്നാണ് നമ്മൾ റേറ്റ് എടുക്കുന്നത് കേട്ടോ. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അല്ലെങ്കിൽ ശിശു മരണ നിരക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രത്യേക ഏരിയയിൽ ആ ഒരു ടൈം പീരീഡില് ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ ആ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയില് എത്രത്തോളം ശിശുക്കള് ജനിച്ചു, അതിൽ എത്ര കുട്ടികൾ ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെട്ടു, അതാണ് ഇവിടെ നമ്മൾ റേറ്റ് എടുക്കുന്നത്. ക്ലിയർ ആയോ? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ഒരുപാട് കുട്ടികൾ ജനിക്കുന്നുണ്ടാവാം, അതെല്ലാ കുട്ടികളും മരണപ്പെടുന്നില്ലല്ലോ, വളരെ കുറച്ച് ഉള്ള കുട്ടികൾ മാത്രമേ മരണപ്പെടുന്നുണ്ടാവും. ആ ഒരു ആദ്യത്തെ ഒരു വർഷത്തിനുള്ളിൽ എത്ര കുട്ടികളാണോ മരണപ്പെടുന്നത് ചോദിക്കാറുള്ള ഭാഗമാണ് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, ഓരോ ഇൻഡിക്കേറ്റേഴ്സും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിൽ ഓരോന്നും എടുത്തു പറയാത്തത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കണം. ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താണെന്ന് ഓൾറെഡി മനസ്സിലാക്കിയാലേ എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ന്യൂ ബോൺസുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ ഇൻഫൻസുമായി ബന്ധപ്പെട്ടതാണെന്ന് അറിയാൻ പറ്റുമല്ലോ. അത്രയും അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞാൽ ഫോർമുല നോക്കിയാൽ മതി. ഓക്കെ, ഈ ഭാഗത്ത് കൂടുതലും ഫോർമുലാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറ് കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ?
infant mortality rate. Okay, ഇനി അതിന്റെ കാൽക്കുലേഷനിലേക്ക് പോവാണ്. കാൽക്കുലേഷൻസ് എന്താണ്? The number of resident infant death. അവിടെയും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടാണോ കിടക്കുന്നത്? ഇതുപോലെയല്ലല്ലോ, ക്ലിയർ ആയിട്ടല്ലേ കിടക്കുന്നേ? നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫാന്റ് ഡെത്ത് ഡിവൈഡഡ് ബൈ, അങ്ങനെയാണോ കിടക്കുന്നേ? ഡെത്ത് കഴിഞ്ഞിട്ടല്ലേ ഡിവൈഡഡ് ബൈ വന്നിരിക്കുന്നേ? ഓക്കെ, നമ്പർ ഓഫ് റെസിഡന്റ് ലൈവ് ബർത്ത് ഇൻറ്റു 1000 കേട്ടോ. അപ്പൊ നമ്മുടെ ഇവിടെ പോപ്പുലേഷൻ യൂണിറ്റ് ആയിട്ട് എടുക്കുമ്പോൾ 1000 വെച്ച് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്പർ ഓഫ് റെസിഡന്റ് ഇൻഫാന്റ് ഡെത്തുകൾ ഇല്ല. ഇവിടെ നവജാത ശിശുക്കൾ, അപ്പൊ ആ ഒരു പർട്ടിക്കുലർ നമ്മളവർ താമസിക്കുന്ന ആ ഒരു ഏരിയയിൽ, ആ ഒരു പർട്ടിക്കുലർ ജിയോഗ്രഫിക്കൽ ഏരിയയില് എത്രത്തോളം നവജാത ശിശുക്കളാണ് ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെട്ടിട്ടുള്ളത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് റെസിഡൻസ് ലൈവ് ബർത്ത്, അവിടെ ആകെ ജനിച്ച കുട്ടികളുടെ ആകെ എണ്ണം ഇൻറ്റു 1000. അവിടെ ജനിച്ച കുട്ടികൾ എത്ര എണ്ണം ഉണ്ടോ അവരുടെ ആകെ എണ്ണം, അതിൽ എത്ര കുട്ടികൾ ഒരു വർഷത്തിനുള്ളിൽ മരണപ്പെട്ടു, അതാണ് അവിടെ ഇൻറ്റു 1000 കണ്ടാല് നമുക്ക് ഇത് കിട്ടും, ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കിട്ടും. അപ്പൊ അത് കാണാനുള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് വന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാറില്ല, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതൊരു കാൽക്കുലേഷന് വേണ്ടി തന്നിരിക്കുന്നതാണ് കേട്ടോ. അതിൽ ജസ്റ്റ് ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. ഇൻഫാന്റ്, അതായത് 1300 ഇൻഫാന്റ് ഡെത്ത് ഇൻ 2008 among state residents. അതായത് 2008 1300 ഇൻഫാന്റ് ഡെത്ത് ആണ് ഒരു പ്രത്യേക പ്രദേശത്ത് 1300 ഇൻഫാന്റ് ഡെത്ത് സംഭവിച്ചു. അതിൽ 1,50,000 ലൈവ് ബർത്ത് ഉണ്ടായിരുന്നു സ്റ്റേറ്റ് റെസിഡൻസ് അല്ലെങ്കിൽ ആ ഒരു താമസ സ്ഥലത്ത്. എത്ര? 2008 ആ ഒരു വർഷത്തെ കണക്കാണ് പറയുന്നത്. 2008 1,50,000 കുട്ടികൾ ജനിച്ചിട്ടുണ്ട്. അതിൽ എത്ര പേര് മരണപ്പെട്ടത് ആ ഒരു വർഷം? അതിൽ എത്ര പേര് മരണപ്പെട്ടു എന്നാ പറയുന്നത്? 1300 പേര് മരണപ്പെട്ടു. അപ്പൊ ഈ കാൽക്കുലേഷനിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്തേ. കാൽക്കുലേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിൽ എത്ര വരും? ന്യൂമറേറ്ററിൽ എത്രയും വരിക? 1300 അല്ലെ? അപ്പൊ ആ ഒരു വർഷത്തിനുള്ളിൽ 1,50,000 കുട്ടികൾ ജനിച്ചതില് 1300 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ബാക്കി എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട് അല്ലെ? ആ 1300 ഡിവൈഡഡ് ബൈ 1,50,000 ഇൻറ്റു 1000 ചെയ്താല് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും. അപ്പൊ അതില് 8.7 കാൽക്കുലേഷൻസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. 8.7% ഇൻഫാന്റ് പെർസെന്റേജ് അല്ലെങ്കിൽ ഡെത്ത് ആണ് പെർ 1000 ലൈവ് ബർത്ത്. അതായത് 1000 ലൈവ് ബർത്തുകൾ ഉണ്ടായി അതിൽ ഇത്ര ശതമാനം എന്ന രീതിയിൽ നമ്മൾ പോപ്പുലേഷൻ യൂണിറ്റ് ആയിട്ടാണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ വേഗം ആ ഒരു കാൽക്കുലേഷൻസും ആ ഒരു ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും ഒന്ന് വേഗം നോക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഹോസ്പിറ്റലിന്റെ ഉണ്ട്. ക്ലിയർ ആണോ? മെയിൻ എക്സാമിന് ഡേറ്റ് ഒന്നും ഫിക്സ് ആയിട്ടില്ല. നിങ്ങൾ ഓൾറെഡി പോർഷൻസ് ഇനി കുറച്ചും കൂടി കഴിയാനുണ്ടല്ലോ. കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ചൊക്കെ ആയിരിക്കും കേട്ടോ ഡേറ്റ് ഒക്കെ അറിയുന്നത്. മേ ബി അധികം സമയമില്ലാതെ തന്നെ വേഗം പോർഷൻസ് തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് 4th മോഡ്യൂളല്ലേ ഇപ്പൊ എടുത്തോണ്ടിരിക്കുന്നേ. 3rd മോഡ്യൂളൊക്കെ കംപ്ലീറ്റ് ആയില്ലേ? സ്റ്റഡി ലീവ് ഒക്കെ ഉണ്ടോ? റിവിഷൻ ക്ലാസ്സിന്റെ കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പോർഷൻസ് തീരുന്നതിനനുസരിച്ചായിരിക്കും ടീച്ചേഴ്സ് കയറാം കേട്ടോ. ഒരുപാട് പോർഷൻസ് എടുക്കാനില്ലല്ലോ, കുറച്ച് ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളൂ. 4th മോഡ്യൂളിലെ കുറച്ച് ചാപ്റ്റേഴ്സ് അല്ലേ ഉള്ളൂ. 3rd മോഡ്യൂൾ ഒക്കെ ഓൾറെഡി കംപ്ലീറ്റ് അല്ലേ?
ഓക്കെ, ഇപ്പൊ ഇവിടെ വരെ ക്ലിയർ അല്ലേ? PG എടുത്തവരുടെ ക്ലാസ്സോ? അതിന്റെ ക്ലാസ്സിന് 4th മൊഡ്യൂളില് 5th ചാപ്റ്ററും കൂടി ഉള്ളൂ. ബാക്കി എല്ലാ പോർഷൻസും തീർന്നോ? തേർഡ് മൊഡ്യൂളില് 5th ചാപ്റ്റർ ഉണ്ട്. അത് ഏത് ചാപ്റ്റർ ആണ്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണോ? ഓക്കെ, അത് എടുത്തോണ്ടിരിക്കുകയല്ലേ ടീച്ചർ? അത് കംപ്ലീറ്റ് ആവുമായിരിക്കും ഈ ആഴ്ച കൊണ്ടോ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് കൊണ്ടോ കംപ്ലീറ്റ് ആയിട്ട് 4th കടക്കുമായിരിക്കും. ഓക്കെ, അപ്പൊ തീരാതിനനുസരിച്ച് തീരുന്ന ടീച്ചേഴ്സ് അത് ഫിനിഷ് ചെയ്തോളൂ കേട്ടോ, കംപ്ലീറ്റ് ആക്കിക്കോളൂ കേട്ടോ. മിസ് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്താല് നെക്സ്റ്റ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആയിരിക്കും മേ ബി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഓരോ ടീച്ചേഴ്സും അവരുടെ തീരുന്നതിനനുസരിച്ച് അടുത്ത ചാപ്റ്റേഴ്സ് ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കംപ്ലീറ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഇപ്പൊ ഇവിടെ വരെ നമ്മളെ കംപ്ലീറ്റ് ഇല്ലേ? ക്ലിയർ അല്ലേ ഫോർമുലാസും? പിന്നെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കാണുന്നതിന്റെ ഒരു ഫോർമുല ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് അറ്റ് ഹോസ്പിറ്റലിന്റെ പീരീഡ്. ഒരു പർട്ടിക്കുലർ പീരീഡില് ഹോസ്പിറ്റലില് എത്രത്തോളം ഇൻഫന്റ് ഡെത്തുകൾ സംഭവിച്ചു അതിന്റെ ടോട്ടൽ നമ്പർ divided by total number infant discharges and death during that period. അപ്പൊ ആ ഒരു സമയത്ത് അതേ സെയിം സമയത്തെ ഇൻഫാൻസിന്റെ ഡിസ്ചാർജ് ആൻഡ് ഡെത്തുകൾ ആ ഒരു സെയിം സമയത്തെ ഇൻഫന്റ് ഡിസ്ചാർജ് ആൻഡ് ഡെത്തുകളുടെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. നേരത്തെ നമ്മുടെ മോർട്ടാലിറ്റി റേറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഇൻഫന്റ് ഡിസ്ചാർജ് ആൻഡ് ഡെത്ത് ആണെന്ന് മാത്രമേ ഉള്ളൂ, അവിടെ ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇൻറ്റു 100 ആണ് ചെയ്യുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ഇൻഫന്റ് ഡെത്ത് അറ്റ് ഹോസ്പിറ്റലിന്റെ പീരീഡ്, ഒരു പർട്ടിക്കുലർ പീരീഡില് ഹോസ്പിറ്റലിൽ നടന്നിട്ടുള്ള ടോട്ടൽ ഇൻഫാന്റ് ഡെത്തുകളുടെ എണ്ണം divided by total number of infant death and discharges during that period. ആ ഒരു സമയത്ത് ഡിസ്ചാർജ് ആൻഡ് ഡെത്തുകൾ സംഭവിച്ചിട്ടുള്ള ഇൻഫൻസിന്റെ ആകെ എണ്ണം ഇൻറ്റു 100. അപ്പൊ രണ്ട് ഫോർമുലയും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഹോസ്പിറ്റലിലെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കാണാനുള്ള ഫോർമുലയും സാധാരണ നോർമൽ ആയിട്ടുള്ള നമ്മുടെ കാൽക്കുലേഷൻസും. ഓക്കെ, ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. നെക്സ്റ്റ് വൺ ആണ് പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്. പ്രിവാലൻസ് ഓഫ് എ ഡിസീസ് അടുത്തൊരു സെക്ഷൻ ആണ് കേട്ടോ. പ്രിവാലൻസ് ഓഫ് എ ഡിസീസില് പ്രിവാലൻസ് റെഫേർഡ് ടു ആസ് prevalence rate is the proportion of persons in a population who are affected with a particular disease or attribute at a specified point in time or over a specified period. ഇവിടെ നമ്മൾ എല്ലാ ഡിസീസുകളും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കോവിഡിന്റെ കേസൊക്കെ ഒന്ന് ആലോചിക്കാം കേട്ടോ. അപ്പൊ അന്നാ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ ടച്ച് ചെയ്തെടുക്കാൻ പറ്റുള്ളേ. അപ്പൊ പ്രിവാലൻസ് റേറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രിവാലൻസ് റേറ്റ് അല്ലെങ്കിൽ പ്രിവാലൻസ് ഓഫ് എ ഡിസീസിന്റെ ആ ഒരു പ്രബല്യം അല്ലെങ്കിൽ ഒരു പ്രബലമായിട്ടുള്ള രോഗത്തിന്റെ ആ ഒരു ആധിപത്യം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു റേറ്റ് എടുക്കണമെങ്കിൽ ഇസ് ദ പ്രൊപ്പോർഷൻ ഓഫ് പേഴ്സൺസ് ഇൻ എ പോപ്പുലേഷൻ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെന്റൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. Prevalence referred to as prevalence rate എന്നാണ് നമ്മൾ പറയാറ്. It's the proportion of persons in a population who are affected with a particular disease or attribute at a specified point in time or over a specified period. അതായത് ഒരു നിശ്ചിത കാലയളവില് ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനിലെ പ്രൊപ്പോർഷൻ ഓഫ് പേഴ്സൺസ് എത്രത്തോളം അനുപാതം, അവിടെ ആളുകളുടെ അനുപാതം എന്ത് ബാധിച്ച ആളുകളുടെയാ അഫക്റ്റഡ് വിത്ത് എ പർട്ടിക്കുലർ ഡിസീസ്, ഒരു പ്രത്യേക രോഗമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക അവസ്ഥയിലൂടെയോ കടന്നു പോകുന്ന പോപ്പുലേഷനിലെ ആളുകളുടെ അനുപാതമാണ് പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എളുപ്പത്തിൽ വരാം. അതുകൊണ്ട് മിസ് കോവിഡിന്റെ കാര്യം പറഞ്ഞത്. ഒരു കോവിഡിന്റെ കേസ് നിങ്ങളൊന്ന് എടുക്കാം. ആ ഒരു കോവിഡ് ബാധിച്ചു അല്ലെ, ആ ഒരു സ്പെസിഫിക് ടൈം പീരീഡില് ഒരുപാട് പേർക്ക് ഒരു പോപ്പുലേഷൻ എടുത്താണ്. ആ ഒരു പോപ്പുലേഷനിൽ ഒരുപാട് പേർക്ക് ആ ഒരു രോഗാവസ്ഥ വന്നില്ലേ, അല്ലെങ്കിൽ ആ ഒരു രോഗം ബാധിച്ചില്ലേ? ബാധിച്ചോ? പിന്നെ കോവിഡിന്റെ കേസ് വേണം തന്നെ ഇല്ല കേട്ടോ, വേറെ എന്തും ആയിക്കോട്ടെ. അപ്പൊ ജസ്റ്റ് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇത് പറഞ്ഞത് കേട്ടോ.
ഒരു പോപ്പുലേഷൻ ഒരു പർട്ടിക്കുലർ സമയം എടുത്തു, ഒരു നിശ്ചിത കാലയളവ് എടുത്തു. ആ ഒരു നിശ്ചിത കാലയളവില് ആ ഒരു പോപ്പുലേഷനിലെ എത്രത്തോളം ആളുകളെയാണ് ആ ഒരു പ്രത്യേകമായിട്ടുള്ള രോഗം അല്ലെങ്കിൽ ആ ഒരു രോഗാവസ്ഥ ബാധിച്ചത്, അങ്ങനെ ബാധിച്ച ആളുകളുടെ അനുപാതമാണ് പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു കോവിഡിന്റെ കേസ് എടുത്താൽ ആ ഒരു പർട്ടിക്കുലർ നിശ്ചിത സമയ പരിധിക്കുള്ളിൽ ആ ഒരു പോപ്പുലേഷനിലുള്ള എത്ര ആളുകൾക്ക് കോവിഡ് ബാധിച്ചു, ആ ബാധിച്ച ആളുകളുടെ അനുപാതം അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ ആണ് പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ എന്താണ് ഒരു പ്രിവാലൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു രോഗമോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ അവസ്ഥയോ ബാധിച്ചിട്ടുള്ള ഒരു പോപ്പുലേഷനിൽ അത് അഫക്ട് ചെയ്ത അല്ലെങ്കിൽ ബാധിച്ചിട്ടുള്ള ആളുകളുടെ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ അനുപാതത്തെയാണ് പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. And the prevalence is a measure of disease that let us determine a person's likelihood of having a disease. അതുപോലെ തന്നെ നമുക്കറിയാം പ്രിവാലൻസ് റേറ്റ് എടുക്കുമ്പോൾ അപ്പൊ ഈ കോവിഡിന്റെ കേസ് തന്നെ എടുക്കാം. കോവിഡിന്റെ കേസ് നമ്മൾ ആ ഒരു പ്രിവാലൻസ് റേറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇതൊരു മെഷർ ആണ് അല്ലെ, ഒരു അളവാണ്. എത്രത്തോളം ആളുകൾക്ക് ആ ഒരു പോപ്പുലേഷനിലെ എത്ര ആളുകൾക്ക് അത് ബാധിച്ചു എന്നൊരു അളവാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. That let us determine a person likelihood of having a disease. അല്ലെങ്കിൽ ആ ഒരു പോപ്പുലേഷനിൽ എത്ര പേർക്ക് ഈ ഒരു രോഗം വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇല്ലേ. ഒരു കോവിഡ് വന്നു, നമ്മൾ ആ ഒരു കോവിഡിന്റെ സമയത്ത് ഒരുപാട് പേരെ ക്വാറന്റൈനിലാക്കിയിരുന്നു ഇല്ലേ, ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കാൻ പറഞ്ഞിരുന്നു. ഇവരുമായിട്ട് സമ്പർക്കത്തിലുള്ള ഒരുപാട് പേരെ നമ്മൾ ക്വാറന്റൈനിലാക്കി ചെയ്തിരുന്നോ? അപ്പൊ എന്താണ് ആ ഒരു പർട്ടിക്കുലർ രോഗം ബാധിച്ച ആളുകൾ ഇത്ര പേരുണ്ട്, അതുമായി ബന്ധപ്പെട്ട് ഇനി വരാൻ സാധ്യതയുള്ള ആളുകൾ ഇത്ര പേരുണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ട് നിർണയിക്കാനായിട്ട് ഈ ഒരു പ്രിവാലൻസ് മെഷർമെന്റ് എടുക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. So the number of prevalent cases is the total number of cases of disease that exist in a population. അല്ലെ, ഒരു പ്രിവാലൻസ് റേറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു പോപ്പുലേഷനിലെ മൊത്തത്തിൽ അല്ലെങ്കിൽ ആ ഒരു പോപ്പുലേഷനിൽ നിലനിൽക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് കേസസ് ഓഫ് എ ഡിസീസ്, ഒരു ഡിസീസുമായി ബന്ധപ്പെട്ട മൊത്തത്തിലുള്ള കേസ് എത്ര കേസുകളുണ്ടോ അതിന്റെ മൊത്തത്തിലുള്ള ഒരു മെഷർമെന്റ് അല്ലെങ്കിൽ ആ ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു നമ്പർ ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. ഒരു പോപ്പുലേഷൻ ഇത്ര പേരുകള് നിലവില് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ രോഗാവസ്ഥ ബാധിച്ചിട്ടുണ്ട് എന്നൊരു നമ്പർ ആണ് നമുക്ക്, അവർക്ക് ടോട്ടൽ നമ്പർ ആണ് നമുക്ക് അതിലൂടെ കിട്ടുക. ആൻഡ് ദിസ് പ്രിവാലൻസ് ഈസ് മെഷർഡ് ബൈ ഡിവൈഡിംഗ് ദ നമ്പർ ഓഫ് പേഴ്സൺ ഇൻ ദ ഡിസീസ് ഓർ കണ്ടീഷൻ അറ്റ് എ പർട്ടിക്കുലർ ടൈം പോയിന്റ് ബൈ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ എക്സാമിനഡ്. ഇതിന്റെ നമ്മുടെ മെഷർമെന്റ് വളരെ സിമ്പിൾ ആണ്. ഒന്ന് അൺപ്ലേ ചെയ്യണം കേട്ടോ ആ ലാസ്റ്റ് സെന്റൻസ്. പ്രിവാലൻസ് ഈസ് മെഷർഡ് ബൈ, നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? നമ്മുടെ ഒരു കോവിഡ് സമയത്ത് നമ്മൾ എല്ലാവരും അല്ലെ, ഇപ്പൊ ഒട്ടുമിക്ക ആളുകളും നമ്മൾ പോയി എക്സാമിൻ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. പോസിറ്റീവ് ആവാം, ചിലപ്പോൾ നെഗറ്റീവ് ആകും അല്ലെ. എല്ലാ പരിശോധന നടത്തി എല്ലാവർക്കും പോസിറ്റീവ് ആവാറുണ്ടോ? ഉണ്ടോ? എന്താണ് നിങ്ങൾ കണക്ട് ചെയ്യാൻ വേണ്ടി മിസ് അതൊക്കെ പറഞ്ഞു തരുന്നത്? പോസിറ്റീവ് ആവാറില്ല അല്ലെ. ഒരുപാട് പേരെ പരിശോധിക്കുന്നുണ്ട്, ആ ഒരു പോപ്പുലേഷനിലെ ഒരുപാട് പേരെ പരിശോധിക്കും. അപ്പൊ എത്രത്തോളം ആളുകളാണോ അവിടെ എക്സാമിൻ ചെയ്തത്, പരിശോധന നടത്തിയത്, അതിൽ എത്ര പേർക്ക് പോസിറ്റീവാണ് അല്ലെ. അതാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. പോസിറ്റീവ് ആയവരുടെ മാത്രം എണ്ണമല്ല എടുക്കുന്നത്. അപ്പൊ എത്രത്തോളം പേരെ പരിശോധിച്ചു, ഇതാണത് ഡിവൈഡഡ് ബൈ ദ പോയിന്റ് ഓഫ് ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ എക്സാമിൻഡ്. എത്രത്തോളം ഇൻഡിവിജ്വൽസ് ആണ് അവിടെ പരിശോധനയ്ക്ക് വിധേയമായത്, അതിൽ എത്ര പേർക്കാണ് ഈ രോഗം അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയുണ്ട് എന്ന് കണ്ടെത്തിയത്. ആ കണ്ടെത്തിയ ആളുകളുടെ എണ്ണം ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ എക്സാമിൻഡ്, പരിശോധന നടത്തിയ ആളുകളുടെ എണ്ണം. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു പ്രിവാലൻസ് മെഷർ ചെയ്യുന്നത്. എന്താണ് അതിന്റെ ഒരു പ്രിവാലൻസ് ഈസ് മെഷർഡ് ബൈ ഡിവൈഡിങ് ദ നമ്പർ ഓഫ് പേഴ്സൺ ഇൻ ദ ഡിസീസ് ഓർ കണ്ടീഷൻ. ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡില് ആ ഒരു പോപ്പുലേഷനില് എത്രത്തോളം ആളുകളെയാണോ പരിശോധിച്ചത് അത് നമ്മുടെ ഡിനോമിനേറ്ററിൽ കൊടുക്കും. പരിശോധിച്ച ആളുകളുടെ എണ്ണം, അതിൽ എത്ര പേരാണ് ഇത് ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചത്, അത്രയും പേരുടെ എണ്ണമാണ് നമ്മൾ ന്യൂമറേറ്ററിൽ കൊടുക്കുക. ക്ലിയറായോ? അപ്പൊ പ്രിവാലൻസ് ഓഫ് എ ഡിസീസ് അല്ലെങ്കിൽ ഒരു രോഗത്തിന്റെ ആധിക്യം എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ പ്രാബല്യം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ കണക്കാക്കുന്നതാണ് പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനിലെ
ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ടൈം, ഒരു നിശ്ചിത കാലയളവില് ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനില് എത്രത്തോളം ആളുകളെ ഒരു പ്രത്യേകമായിട്ടുള്ള രോഗമോ അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയോ അവരെ ബാധിച്ചിട്ടുണ്ട് എന്ന് ആ ബാധിച്ച ആളുകളുടെ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ അനുപാതത്തെയാണ് പ്രിവാലൻസ് റേറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു പ്രിവാലൻസ് റേറ്റ് അല്ലെങ്കിൽ ഒരു മെഷർമെന്റ് എടുക്കുന്നതിലൂടെ നമുക്ക് എത്രത്തോളം ആളുകൾക്ക് ഇനി ഇത് വരാൻ സാധ്യതയുണ്ടാകാം, അതുപോലെ തന്നെ ആ മൊത്തം പോപ്പുലേഷനിലുള്ള ടോട്ടലായിട്ട് ഇപ്പൊ നിലവിലുള്ള മൊത്തം കേസുകളുടെ എണ്ണം നമുക്ക് ഇതുവഴി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്രത്തോളം ആളുകൾക്കാണോ ഈ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഡിസീസ് ബാധിച്ചിരിക്കുന്നത് അവരുടെ നമ്പർ ഡിവൈഡഡ് ബൈ ആ ഒരു പോയിന്റ് ഓഫ് ടൈമില് പരിശോധന നടത്തിയ ആളുകളുടെ എണ്ണമാണ് ഡിനോമിനേറ്ററിൽ കൊടുക്കുക. വേഗം ഒന്ന് വായിച്ചു നോക്കിയ പ്രിവാലൻസ് ഓഫ് ഡിസീസ് ആ ഒരു ഇൻഫെക്ഷൻ ഭാഗം. ആദ്യത്തെ പോയിന്റും സെന്റൻസും അതുപോലെ തന്നെ ലാസ്റ്റത്തെ ആ സെന്റൻസും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടേ. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ ബാക്കി എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് പ്രിവാലൻസിന്റെ ഇമ്പോർട്ടൻസ്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഇവിടെ നിന്ന് അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. The prevalence and incidence of a disease are among the most basic measures in epidemiology. അപ്പോൾ നമ്മുടെ സാംക്രമിക രോഗശാസ്ത്രവുമായി ബന്ധപ്പെട്ട വളരെ ബേസിക് ആയിട്ടുള്ള വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് മെഷേഴ്സ് ആണ് ഈ പ്രിവാലൻസ് റേറ്റ് എടുക്കുക. ഇൻസിഡന്റ് റേറ്റ്സ് നമുക്ക് അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് കേട്ടോ. ഇൻസിഡന്റ് റേറ്റ് മുതലായവയൊക്കെ ഒരു രോഗവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു രോഗത്തിന്റെ ആ ഒരു അളവ് അല്ലെങ്കിൽ എത്ര പേർക്ക് അത് ബാധിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ബേസിക് മെഷർമെന്റ്സ് നമുക്ക് തരുന്നുണ്ട്. And the prevalence is a measure of the load of diseases in a particular population in a given location and at a particular time as represented in a count of the number of the people affected. എന്ന് വെച്ചാൽ പ്രിവാലൻസ് ഇസ് എ മെഷർ, ഇതൊരു അളവാണ് അല്ലെ. ആ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനില് ആ ഒരു ഗിവൺ ലൊക്കേഷനിൽ ഒരു പർട്ടിക്കുലർ സമയത്ത് ഒരു നിശ്ചിത സമയത്ത് ആ ഒരു പോപ്പുലേഷനില് എത്ര ആളുകൾക്ക് അല്ലെങ്കിൽ എത്രത്തോളം പേർക്കാണ് ഈ ഒരു രോഗം ബാധിച്ചത് എന്നതിന്റെ ഒരു അളവാണ് ശരിക്കും പ്രിവാലൻസ് അല്ലേ. ഒരു പർട്ടിക്കുലർ സമയപരിധിയിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലയളവിൽ ആ ഒരു പോപ്പുലേഷനിൽ എത്രത്തോളം പേർക്ക് ഈ ഒരു രോഗം ബാധിച്ചു അതല്ലേ നമ്മൾ അളവെടുക്കുന്നത് അല്ലെങ്കിൽ കൗണ്ട് ചെയ്യുന്നത് ആണോ? എത്രത്തോളം പേർക്ക് ഈ ഒരു രോഗം ബാധിച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ഇതുവഴി റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ്സ് റെപ്രസെന്റഡ് ഇൻ എ കൗണ്ട് ഓഫ് ദ നമ്പർ ഓഫ് പീപ്പിൾ അഫക്റ്റഡ്. ആ ഒരു പോപ്പുലേഷനിലെ എത്രത്തോളം ആളുകളെ ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന ആ ഒരു കൗണ്ട് അല്ലെങ്കിൽ ആ ഒരു നമ്പറാണ് ശരിക്കും ഇതിലൂടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. പ്രിവാലൻസിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞാൽ എപ്പിഡെമിയോളജി രോഗത്തിന്റെ സാംക്രമിക രോഗ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ഡിസീസുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ബേസിക് മെഷേഴ്സ് ആണ് പ്രിവാലൻസും ഇൻസിഡന്റ് റേറ്റുകളും കാണുന്നത്.
കാരണം പ്രിവാലൻസിലൂടെ നമുക്ക് കൃത്യമായിട്ടൊരു പോപ്പുലേഷൻ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ എത്രത്തോളം ആളുകളെ ഈ ഒരു രോഗം ബാധിച്ചു, അതിന് എത്ര പേർക്കാണ് ഇത് അഫക്റ്റ് ചെയ്തതിനുള്ള കൃത്യമായിട്ടൊരു കൗണ്ട് അല്ലെങ്കിൽ എണ്ണം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. Then the disease has the highest prevalence. ഏറ്റവും കൂടുതൽ പ്രിവാലൻസ് അല്ലെങ്കിൽ രോഗ പ്രാബല്യം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ രോഗാധിത്യം അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരുപാട് പോപ്പുലേഷൻ ഒരുപാട് ആളുകളെ കൂടുതലായിട്ട് ബാധിക്കുന്ന രോഗങ്ങളാണ്, ഏറ്റവും കൂടുതൽ പ്രിവാലൻസ് ഉള്ള രോഗങ്ങളാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും പകർച്ചവ്യാധികൾ മാത്രമല്ല കേട്ടോ ഇതിൽ വരുന്നത്. ആദ്യമേ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മുടെ കോവിഡിന് എളുപ്പത്തിൽ പറയുന്നതാണ്, ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും പകർച്ചവ്യാധികൾ മാത്രമല്ല, അല്ലാത്ത രീതിയിലുള്ള രോഗങ്ങളൊക്കെ നമ്മൾ ഈ ഒരു പ്രിവാലൻസ് റേറ്റിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് പൊസിഷൻ വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രിവാലൻസ് റേറ്റ് ഉള്ള ഡിസീസ് ആണ് കാർഡിയോ വാസ്കുലർ ഡിസീസ് അക്കൗണ്ട് ഫോർ മോസ്റ്റ് NCD ഡെത്ത്. അതായത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുമായി ബന്ധപ്പെട്ട മരണങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒന്നാണ് കാർഡിയോ വാസ്കുലർ ഡിസീസ് അല്ലെ. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളല്ലേ ഒരുപാട്, അത് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പകർച്ചവ്യാധികളോ കാര്യങ്ങളോ ഒന്നും ഉൾപ്പെടാത്ത രീതിയിലുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുമായി ബന്ധപ്പെട്ട് മരണങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മിക്ക ആളുകളെയും കൂടുതലായിട്ട് ബാധിക്കുന്ന ഒരു രോഗമാണ് കാർഡിയോ വാസ്കുലർ ഡിസീസ്. അപ്പൊ അത് നമ്മുടെ ഒരു രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള ഒരു റേറ്റ് എടുത്തിട്ടാട്ടോ പറയുന്നത്. അപ്പൊ ആ ഒരു മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ പ്രിവാലൻസ് റേറ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള ആളുകളെ ബാധിക്കുന്നതായിട്ടുള്ള മരണം സംഭവിക്കുന്നതായിട്ടുള്ള ഒരു രോഗമാണ് കാർഡിയോ വാസ്കുലർ ഡിസീസ് എന്ന് പറയുന്നത്. അടുത്തത് അതിന് 17.9 മില്യൺ പീപ്പിൾ ഇയർലി, ഓരോ വർഷവും 17.9 മില്യൺ ആളുകളെ ഇത് ബാധിക്കുന്നുണ്ട്. അതിൽ ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഫോളോഡ് ബൈ ക്യാൻസർ അല്ലെ. ഇതൊക്കെ നമ്മൾ പരിചയമുള്ള ടേംസ് ആണ് അല്ലെ. നമ്മുടെ പോപ്പുലേഷനിൽ ഒത്തിരി ആളുകൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങളില്ലേ, ഉണ്ടോ? ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങള്, ക്യാൻസർ അല്ലെ, ഇതൊക്കെ നമ്മുടെ പോപ്പുലേഷനിലുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ കാർഡിയോവാസ്കുലർ ഡിസീസ് ആണ്. അതുപോലെ അതിനുശേഷം ഫോളോ ചെയ്ത് വരുന്നതാണ് ക്യാൻസേഴ്സ്, 9.3 മില്യൺ ആളുകൾക്ക്. ഇതൊന്നും ചോദിക്കില്ല കേട്ടാ. ആ NCD എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതി വെച്ചു. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പകർച്ചവ്യാധികളല്ലാത്തവ. ഇനി ഫോളോഡ് ബൈ ക്യാൻസർ 9.3 മില്യൺ കേട്ടോ. അതിനുശേഷം ക്യാൻസർ ആണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അതിനുശേഷമുള്ളത് ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ്, ഏറ്റവും ഗുരുതരമായിട്ടുള്ള റെസ്പിറേറ്ററി ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ 4.1 മില്യൺ ആളുകൾക്കും അത് ബാധിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു രോഗമാണ് ഡയബറ്റിസ് അല്ലെ, പ്രമേഹം. 2.2 മില്യൺ ഇൻക്ലൂഡിംഗ് കിഡ്നി ഡിസീസസ് ഡെത്ത് കോസ്ഡ് ബൈ ഡയബറ്റിസ്. നമുക്കറിയാം ഡയബറ്റീസുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി ഡയബറ്റീസ് ഉള്ള ആളുകൾക്കൊക്കെ അതുമായി ബന്ധപ്പെട്ട കിഡ്നി ഡിസീസുകളും അതിലൂടെയൊക്കെ മരണവും സംഭവിക്കുന്നുണ്ട് അല്ലെ, സംഭവിക്കുന്നില്ലേ? ഇത്രയും ഒരു ഹയസ്റ്റ് പ്രിവാലൻസ് ഉള്ള ഡിസീസുകളുടെ ഒരു കണക്കാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ആദ്യം ഏതൊക്കെ വരും? ആദ്യം ഒരു കാർഡിയോവാസ്കുലർ ഡിസീസ് ആണ്, അതിനുശേഷം ക്യാൻസർ ആണ്, അതിനുശേഷം ക്രോണിക് റെസ്പിറേറ്ററി ഡിസീസ്, അതിനുശേഷം ഡയബറ്റിസ്. അങ്ങനെ ഓരോരോ ഇമ്പോർട്ടൻസിനനുസരിച്ച് താഴേക്ക് ഓരോന്ന് പോകും കേട്ടോ. ഇത്രയും ജസ്റ്റ് വായിച്ച് വെച്ചാൽ മതി കേട്ടോ. അതങ്ങനെ ചോദിച്ചു കണ്ടിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അടുത്തത് വാട്ട് ഇൻക്രീസ് ദ പ്രിവാലൻസ് ഓഫ് എ ഡിസീസ്. ഒരു ഡിസീസിന്റെയുമായി ബന്ധപ്പെട്ട പ്രിവാലൻസ് അല്ലെങ്കിൽ ആ ഒരു രോഗത്തിന്റെ ആധിക്യം അല്ലെങ്കിൽ പ്രാബല്യം വർദ്ധിപ്പിക്കുന്നത് എന്തിലൂടെ? നോക്കിയേ, ദ പ്രിവാലൻസ് ഇൻക്രീസസ് വെൻ ന്യൂ ഡിസീസസ് cases are detected and the prevalence decreases when a patient is either cured or dies. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു കോവിഡിന്റെ എക്സാമ്പിൾ ഒന്ന് വായിച്ച് മനസ്സിൽ വെച്ചാൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. ഒരു പ്രിവാലൻസ് അല്ലെങ്കിൽ ഒരു രോഗ പ്രിവാലൻസ് റേറ്റ് അവിടെ വർദ്ധിക്കണമെങ്കിൽ എപ്പോഴാണ് പ്രിവാലൻസ് റേറ്റ് കൂടുക? ഒരു പുതിയ രോഗം കണ്ടെത്തുമ്പോഴാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു പുതിയ രോഗവുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം കൂടുമ്പോഴാണ് അല്ലെ. ഇപ്പൊ ഒരു കോവിഡിന്റെമായി ബന്ധപ്പെട്ട് പ്രിവാലൻസ് റേറ്റ് കൂടണമെങ്കിൽ അവിടെ പുതിയതായിട്ടുള്ള കോവിഡ് കേസുകൾ കൂടുമ്പോഴാണ് അല്ലെ. നമ്മൾ പരിശോധിക്കുന്ന ഒരുപാട് പേര് പോസിറ്റീവ് ആവുമ്പോൾ പ്രിവാലൻസ് റേറ്റ് എന്ത് ചെയ്യും? കൂടും അല്ലെ, വർദ്ധിക്കും ഇല്ലേ? വർദ്ധിക്കോ?
പുതിയ ഡിസീസ് വരുന്നു, അതുമായി ബന്ധപ്പെട്ട പുതിയ രോഗികള്, പുതിയ പുതിയ കേസുകൾ വരുമ്പോ എന്ത് ചെയ്യുന്നു? പ്രിവാലൻസ് റേറ്റ് വർദ്ധിക്കും അല്ലേ? അതേസമയം പ്രിവാലൻസ് റേറ്റ് കുറയുന്നത് എപ്പോഴാ? പ്രിവാലൻസ് റേറ്റ് കുറയുന്നത് എപ്പോഴാ? എപ്പോഴാ കുറയുക? ആ പോപ്പുലേഷനിലുള്ള രോഗികളുടെ എണ്ണം കുറയുമ്പോൾ അല്ലെ, കേസുകളുടെ എണ്ണം കുറയുമ്പോഴാണ് അല്ലെ. അതെങ്ങനെയായിരിക്കും? ഒന്നില്ലെങ്കിൽ ആ പേഷ്യൻസ് ക്യൂർഡ് ആയി അല്ലെ, ആ രോഗത്തിൽ നിന്നും അവർക്കൊരു മുക്തി നേടി, അല്ലെങ്കിലോ ആ രോഗി മരണപ്പെട്ടു അല്ലെ. അപ്പൊ മരണപ്പെട്ടാലോ അല്ലെങ്കിൽ അവർ ആ ഒരു രോഗത്തിൽ നിന്നും മുക്തി നേടിയാലോ പ്രിവാലൻസ് റേറ്റ് കുറയുന്നു. ചോദിക്കാറുണ്ട് കേട്ടോ. പ്രിവാലൻസ് റേറ്റ് വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? പുതിയ അല്ലെ ന്യൂ ഡിസീസ് കേസുകള് ഡിറ്റക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കണ്ടെത്തുമ്പോൾ പ്രിവാലൻസ് റേറ്റ് വർദ്ധിക്കുന്നു. കുറയുന്നത് എപ്പോഴാണ്? ആ പേഷ്യന്റ് അതിൽ നിന്ന് റിക്കവർ ആവുകയോ അല്ലെങ്കിൽ ക്യൂർ ആയി അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്നും എന്ത് ചെയ്യുന്നു? ക്യൂർ ആവുകയോ അല്ലെങ്കിൽ മരണം സംഭവിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ പ്രിവാലൻസ് റേറ്റ് ഡിക്രീസ്ഡ് ആവുക അല്ലെങ്കിൽ കുറയുന്നു. ക്ലിയർ ആണോ? ഇത്രയും വരെ നമുക്ക് നിർത്താം. ടൈപ്സ് ഓഫ് പ്രിവാലൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇത്രയും ഭാഗം ഒന്ന് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ വായിച്ചിട്ട് വരാം. ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.